ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, മനോഹരമായി ഞായറാഴ്ചയ്ക്കായി സ്തോത്രം. इस मनोहर रविवार के लिए हम आपको धन्यवाद देते हैं। നീ ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ സ്തോത്രം. आप हमारे मध्य में हो, इसके लिए धन्यवाद प्रभु। തുടക്കം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ചലിച്ചു തുടങ്ങിയതിനാൽ സ്തോത്രം. और शुरुआत से इस समय तक ही पवित्र आत्मा यहाँ से कार्य कर रहा है, इसके लिए हम आपको धन्यवाद देते हैं। നിന്റെ കുഞ്ഞുങ്ങളെ നീ ഉപയോഗിച്ചല്ലോ. आपके बच्चों को आपने उपयोग किया, വർഷിപ്പ് ടീമിനെ നീ ഉപയോഗിച്ചല്ലോ. आराधना की टीम को आपने उपयोग किया, നേതൃത്വം കൊടുത്ത എല്ലാവരെയും നീ കരങ്ങളിലെടുത്തല്ലോ. अगुवाई की उन सभी को आपने आपके हाथों में लेकर उपयोग किया। ഞങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. और हमको तृप्त करती रह रही है उस आपकी उपस्थिति के लिए हम आपको धन्यवाद देते हैं प्रभु। ഞങ്ങളെ നിറയ്ക്കുന്ന സാന്നിധ്യത്തിനായി സ്തോത്രം. हमको भरने वाले आपकी उपस्थिति के लिए धन्यवाद। ഞങ്ങൾക്ക് പകരുന്ന സാന്നിധ്യത്തിനായി സ്തോത്രം. हमको उंडेल कर देने वाले उपस्थिति के लिए धन्यवाद। ഇന്ന് വെറും കൈയോട് ആരും ഓടുന്നു പോകല്ല. आज कोई भी यहाँ से खाली हाथ ना लौटे। ആമേൻ. आमेन। ആത്മാവ് ആഗ്രഹിക്കുന്നവർ അകത്തിടണം. आमेन। आत्मा जो चाहता है वो उनके अंदर आप निक्षेप करना। അവരാഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടിയില്ലെങ്കിലും ആത്മാവ് ആഗ്രഹിക്കുന്ന അവർക്ക് കിട്ടണം. प्रभु, जो वो इच्छा करते हैं वो उनको नहीं मिला तो भी जो आत्मा की इच्छा है वो आज उनके अंदर डाली जाए। ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ പ്രയോജനമുള്ളതൊന്നുമല്ല. हम जो इच्छा करते हैं वो बहुत उपयोगी नहीं होता, പക്ഷെ ഞങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വിലയേറിയതാണ്. पर जो हमारी आत्मा इच्छा करती है वो सबसे बहुमूल्य होता അത് ഞങ്ങൾക്ക് തരണം. है। वो आप हमको देना। പരിശുദ്ധാത്മാവ് വാദിച്ചുകൊണ്ടിരിക്കണം. पवित्र आत्मा आप बातें करते रहे, പണിതുകൊണ്ടിരിക്കണം. आप बांधते रहे। പൊളിക്കേണ്ടതിനെ പൊളിക്കണം. जिसे तोड़ना है उसे तोड़ दीजिए, നിറയ്ക്കേണ്ടിടത്ത് നിറയ്ക്കണം. जहाँ भरना है वहाँ भर दीजिए। സന്തോഷം ഞങ്ങൾ ഇന്ന് അവകാശമാക്കണം. आमेन। खुशी आनंद आज हम സമാധാനം ഞങ്ങൾ ഇന്ന് വാരിയെടുക്കണം. समाधान आज हम भरपूरी से ले ले। പകർച്ച ഞങ്ങളുടെ അവകാശമാകണം. उंडेलपन हमारी विरासत बन जाए। മൊത്തം നിന്റെ കയ്യിൽ ഞങ്ങളെ മുറ്റുമായിട്ട് സമർപ്പിക്കുന്നു. और हम अपने आप को पूर्ण रूप से आपके हाथों में समर्पित करते हैं। അങ്ങ് മാത്രം ഉയരണം. सिर्फ आपकी ही नाम यहाँ ऊंचा उठाया, വേറൊരു ശബ്ദോട് ഉയരല്ല. और कोई भी आवाज यहाँ ऊंचा उठाया ना जाए। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना, इसके लिए धन्यवाद। മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में इस प्रार्थना को मांगते हैं। ആമേൻ. आमेन। आमेन। കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം. तालियों के साथ परमेश्वर को महिमा देंगे। എല്ലാവരും ഇരുന്നാട്ടെ. सभी बैठ जाएं। സ്നാനം അത്ര ചെറിയ കാര്യമല്ല. बपतिस्मा एक छोटी चीज नहीं है। എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള സഭയായത്. और मुझे याद है तो सही में ये वो कलीसिया है जहाँ पर बपतिस्मा के बारे में सबसे ज्यादा प्रचार किया। ആമേൻ. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൽപ്പനയായതുകൊണ്ടാണ് പ്രസംഗിക്കേണ്ടി വരുന്നത്. और हम उस विषय के बारे में इतनी गंभीरता से इसलिए प्रचार करते हैं क्योंकि उसे हम कभी हटा कर नहीं रख सकते। ആമേൻ. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം വെളിപ്പെട്ടത് കാൽവറിയിലാണ്. दुनिया ने अभी तक देखा हुआ सबसे उत्तम और बड़ा प्रेम कलवरी पर प्रकट हुआ। ആ സ്നേഹത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. और उस प्रेम का एक मृत्यु हुआ था। ആ സ്നേഹത്തിനകത്ത് ഒരു സഹിക്കലുണ്ട്. और उस प्रेम में एक सहना था। അതിനകത്തൊരു അടക്കം ഉണ്ടായിരുന്നു. और उसमें एक गाड़ दिए जाने का अनुभव था। അതിനകത്തൊരു ഉയർപ്പുണ്ടായിരുന്നു. और उसी प्रेम में एक पुनरुत्थान था। ഇതെല്ലാം കൂടെ ഒരാൾക്ക് ഒരുമിച്ച് ഒറ്റ കർമ്മത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയുടെ പേര് സ്നാനം. और इन सभी कार्यों को अगर कोई व्यक्ति एक साथ करना चाहता है उसके लिए एक ही कर्म है, वो है बपतिस्मा। ആമേൻ. आमेन।
യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിനക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സ്നാനമുള്ള വഴി. अगर यीशु मसीह के साथ आप मरना चाहते हो तो बपतिस्मा ही उसका एक मार्ग है. യേശുവിനോട് ചേരാനുള്ള വഴി സ്നാനം മാത്രമേ ഉള്ളൂ. यीशु मसीह के साथ जुड़ने का मार्ग एक ही है, वो बपतिस्मा. യേശുവിൻ്റെ കൂടെ ഉയർക്കണമെങ്കിൽ സ്നാനമേ ഉള്ളൂ വഴി. यीशु मसीह के साथ जी उठना है तो एक ही मार्ग है, वो है बपतिस्मा. യേശുവിനോട് ഇരിക്കണമെങ്കിലും സ്നാനമേ ഉള്ളൂ വഴി. यीशु मसीह के साथ अगर बैठना भी है तो बपतिस्मा ही वो मार्ग है. ആമേൻ. आमीन. അപ്പോൾ സ്നാനം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാണ്. बपतिस्मा उतना गंभीर है. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തിയിലെ ഒരു വാക്യം. കഴിയുമെങ്കിൽ അത് ഒന്ന് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയെന്നല്ലായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. और प्रेरितों के कार्य में मैंने बहुत बार इस वचन में से प्रचार भी किया है. उस वचन की ओर हम बढ़ेंगे. 19 अध्याय प्रेरितों का कार्यों का पुस्तक उसका 19वां अध्याय उसके दूसरे आयत को हम पढ़ेंगे. उनसे कहा, क्या तुमने विश्वास करते समय पवित्र आत्मा पाया? എല്ലാവരുടെയും ബൈബിളിലുണ്ടല്ലോ. सबके बाइबल में ये वचन दिखाई दिया आपको. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മൂലഭാഷയിൽ ഇച്ചിരൂടെ ഡീപ്പാ. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടോ എന്ന് ചോദിക്കും. और इसी वचन का रूट शब्दों को अगर पढ़ेंगे उसमें ऐसा लिखा है, विश्वास करके क्या आपने पवित्र आत्मा के अधीन में आए हो? ഒരാൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചാൽ അവൻ എന്തോ ചെയ്യും? അവന് വിധേയപ്പെടും. एक व्यक्ति अगर पवित्र आत्मा पर विश्वास कर ले तो वो पवित्र आत्मा के सामने समर्पित हो जाता है. അല്ലേ? Yes. അടുത്ത വാക്യം വായിച്ചേ. अगला वचन हम पढ़ेंगे. उन्होंने उससे कहा, हमने तो पवित्र आत्मा की चर्चा भी नहीं सुनी. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. वो कहते हैं कि हमने पवित्र आत्मा के बारे में सुना भी नहीं है. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുവൻ അറിവില്ലെങ്കിൽ, അത് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ അതിൻ്റെ കാരണം എന്നാ അടുത്ത വാക്യം. और एक व्यक्ति अगर पवित्र आत्मा को प्राप्त नहीं कर पा रहा या स्वीकार नहीं कर पा रहा, उसका कारण अगले वचन में लिखा है. 4 വാക്യം. उसका 4 आयत उसने 3 വാക്യം മുതൽ तीसरे आयत से पढ़ेंगे. उसने उनसे कहा, तो फिर तुमने किसका बपतिस्मा लिया? उन्होंने कहा, यूहन्ना का बपतिस्मा. पौलुस ने कहा, यूहन्ना ने यह कहकर मन फिराव का बपतिस्मा दिया कि जो मेरे बाद आने वाला है उस पर अर्थात यीशु पर विश्वास करना. यह सुनकर उन्होंने प्रभु यीशु के नाम में बपतिस्मा लिया. കൺഫ്യൂഷൻ ഒത്തിരി ഉണ്ടാകണ്ട. ഇത് ഞാൻ പിന്നീട് പഠിപ്പിച്ചോളാം. आगे के भाग को मैं फिर कभी आपको सिखाऊंगा. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് വരെ സ്നാനം ഉണ്ടായിരുന്നു. और यीशु मसीह मरने, गाड़े जाने और जी उठने के पहले ही बपतिस्मा थी. പിന്നെ തുടങ്ങിയതല്ല സ്നാനം, അതിന് മുമ്പേ ഉണ്ട് സ്നാനം. और यीशु के उस मरने, गाड़े और पुनरुत्थान के बाद नहीं बपतिस्मा शुरुआत हुई. യോഹന്നാൻ ചെയ്തുകൊണ്ടിരുന്നതാ. यूहन्ना बपतिस्माई सेवकाई को करता. അതുകൊണ്ടാണ് യേശു പോയി സ്നാനപ്പെട്ടത്. और इसलिए यीशु भी जाकर बपतिस्मा लिया. ആ സ്നാനം മാനസാന്തരം മാത്രം ഉൾക്കൊള്ളുന്ന സ്നാനമാണ്. और वो बपतिस्मा जो थी सिर्फ उसमें मनफिरावट ही उसमें भागीदारी थी. ആമേൻ. आमीन. മാനസാന്തരം ഒരാൾക്ക് വന്നെന്നുള്ളതിന്റെ പ്രഖ്യാപനം ആ സ്നാനം. और उस समय में बपतिस्मा ये चिन्ह था कि उस व्यक्ति के अंदर मनफिरावट हुई है. യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടു കൂടി സ്നാനത്തിന്റെ അർത്ഥം മാറി. आमीन. और यीशु मसीह के मृत्यु, गाड़े जाने और जी उठने के बाद बपतिस्मा का മാനസാന്തരത്തിന്റെ അർത്ഥം മാറി. ओ मनफिरावट का अर्थ बदल गया. വീണ്ടും ജനനത്തിന്റെ അർത്ഥം മാറി. मसीह में जन्म लेने का अर्थ बदल गया. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? क्या हम समझ पाए? ഓൾഡ് ടെസ്റ്റ്മെന്റ് വീണ്ടും ജനനം അല്ല ന്യൂ ടെസ്റ്റ്മെന്റ്. और पुराने करार में जो
जन्म लेना है और नए करार में जो मसीह में जन्म लेना, इन दोनों में बहुत फर्क है। ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വീണ്ടെടുക്കപ്പെട്ടവരാരും മണവാട്ടിയല്ല. और पुराने करार में जिनका भी उद्धार हुआ वो कोई दुल्हन नहीं है। നമ്മുടെ ഭാഷ പറഞ്ഞ അബ്രഹാം മണവാട്ടിയല്ല, हमारे भाषा में कहे तो इब्राहिम जो ദാവീദ് മണവാട്ടിയല്ല. दाऊद दुल्हन नहीं है। അധിക വലിയ ഭക്തന്മാരാരാ പഴയ നിമിത്തി? और पुराने करार में उनसे बड़े भक्त മോശ മണവാട്ടിയല്ല, मूसा दुल्हन के झुंड में नहीं है। ഏലിയാവ് മണവാട്ടിയല്ല. एलिया जो है वो दुल्हन के झुंड में नहीं है। അവരെല്ലാം ദാസനും ദാസിമാരുമാ. वो सब दास और दासी लोग हैं। ആമേൻ. അവർക്ക് മക്കളാകാൻ പറ്റിയില്ല. वो संतान नहीं बन पाए। ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നോ? क्या आप समझ पा रहे हैं? അവര് വീണ്ടെടുക്കപ്പെട്ടിട്ട് മക്കളായില്ല. उन्होंने उद्धार पाकर वो बच्चे नहीं बन पाए। ആമേൻ. അവര് ദാസരായതേ ഉള്ളൂ. पर वो सिर्फ दास तक ही बन पाए। അതുകൊണ്ട് ദൈവത്തിന്റെ മണിയറയിൽ തോഴ്മക്കാരെ അവരാകത്തുള്ളൂ. और इसके लिए परमेश्वर के उस महल में वो सिर्फ सेवक ही बन पाएंगे। ആമേൻ. എന്നാൽ പുതിയ നിയമത്തിൽ पर नए करार में യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ यीशु मसीह के लहू के द्वारा ആരും उद्धार ദാസരല്ല, वो कोई भी दास അവര് नहीं, മക്കളാ. पर वो संतान है। അവർ ദൈവത്തിന്റെ മണവാട്ടിയാ. वो परमेश्वर के दुल्हन है। ആമേൻ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. और ये उन बीच का फर्क है। അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, इसके लिए पौलुस ने पूछा നിങ്ങളുടെ സ്നാനം ഏതാ? तुम्हारा बपतिस्मा कौन सा? യോഹന്നാന്റെ മനസാന്തരാണോ? क्या वो यूहन्ना के मन फिरावट का बपतिस्मा है? എങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടത്തില്ല. तो आप पवित्र आत्मा को नहीं पा നിങ്ങൾക്ക് पाओगे। ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. आप पवित्र आत्मा के बारे में നിങ്ങൾ समझ नहीं യേശു पाओगे। ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ आप अगर यीशु मसीह के नाम में बपतिस्मा लें നിങ്ങൾക്ക് ആത്മാവ് കിട്ടും. तो आपके ऊपर पवित्र आत्मा आए। അവിടെ എഴുതിയേക്കുന്നു, അവർ വിശ്വസിച്ചു, वहां लिखा है उन्होंने विश्वास किया, സ്നാനമേറ്റു, बपतिस्मा स्वीकार किया, എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. और वो सभी पवित्र आत्मा से भर അവരിൽ गए। ചിലർ പ്രവചിച്ചു. और उनमें से कुछ लोगों ने भविष्यवाणी की। ആമേൻ. आमेन। 10 വർഷം കഴിഞ്ഞല്ല, 10 साल बाद नहीं, പറഞ്ഞ നിമിഷത്തിൽ വിശ്വസിച്ചു, जिस समय कहा गया तभी विश्वास വിശ്വസിച്ചു, किया। സ്നാനമേറ്റു. विश्वास करके बपतिस्मा लिया। സ്നാനമേറ്റപ്പോ അവരെല്ലാ ആത്മാവിൽ നിറഞ്ഞു. और जब बपतिस्मा लिया वो सब आत्मा से भर गए। ആമേൻ. आमेन। സ്നാനം പ്രോപ്പറാണെങ്കിൽ अगर आपका बपतिस्मा सही है പരിശുദ്ധാത്മാവിൽ നിറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. तो पवित्र आत्मा की भरपूरी पाने में कोई भी दिक्कत नहीं होगी। പിടികിട്ടിയോ? യോഗ്യതയല്ല പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. हमारी योग्यता के कारण नहीं हम पवित्र आत्मा को पाते। യോഗ്യത ഇത്രേ ഉള്ളൂ, हमारी एक ही योग्यता है, മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കണം. हम उसके मृत्यु, गाड़े जाने और जी उठने के साथ एकत्रित हो जाए। ആമേൻ. അതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയും. अगर हमने उस योग्यता को पा लिया तो हम पवित्र आत्मा में भर അല്ലാത്ത ഒരു യോഗ്യതയും കർത്താവ് ചോദിക്കുന്നില്ല. जाएं। उसके अलावा कोई योग्यता की मांग കാരണം प्रभु नहीं रखता। ആത്മാവ് വരാതെ നീ യോഗ്യനാകത്തില്ല. उसका कारण यह है कि जब तक पवित्र आत्मा आप में नहीं आएगा आप योग्य नहीं बन पाओगे। നമ്മളെ നന്നാക്കാൻ ദൈവം ഏൽപ്പിച്ചേക്കുന്നത് പരിശുദ്ധാത്മാവിനെയാ. और हमें सही करने के लिए परमेश्वर ने पवित्र आत्मा को वो जिम्मेदारी दी है। ഒന്നുകൂടെ പറയുന്നു, और एक बार कहता हूं, നമ്മളെ നന്നാക്കി എടുക്കാൻ പരിശുദ്ധാത്മാവിനെ കഴിയൂ. और हमें सिद्ध बनाने के लिए सिर्फ पवित्र आत्मा से ही എടാ, संभव है। പാഴായ ഭൂമിയെ പോലും പണിയാൻ ആത്മാവിനെ ഉപയോഗിച്ച് शून्य भूमि के बांधने के लिए भी परमेश्वर ने पवित्र आत्मा का उपयोग किया। മനസ്സിലാകുന്നുണ്ടോ? आमेन। പാഴായ ശൂന്യമായ ഭൂമിയുടെ മണ്ടയിൽ ആരായിരുന്നേ? जो है പരിവർത്തിച്ചോണ്ടിരുന്ന ആരാ? शून्य और बेडोल धरती के ऊपर कौन मंडरा रहा था? पवित्र आत्मा। ആരാ? पवित्र आत्मा। അപ്പൊ ഉൽപ്പത്തിയുടെ ഒന്നാമത്തെ വാക്യം തുടങ്ങിയത് ആത്മാവിന്റെ പരിവർത്തനത്തോടാ. तो उत्पत्ति का पहला वचन ही आत्मा की मंडराने से शुरुआत हुआ। ആദ്യത്തെ പ്രവൃത്തി തുടങ്ങിയത് ആത്മാവാ. पहला कार्य पवित्र आत्मा ने शुरुआत किया। ആദ്യത്തെ മാറ്റം കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ്. पहला परिवर्तन पवित्र आत्मा ने लाया। അപ്പൊ നിനക്ക് പരിവർത്തനം നടക്കണമെങ്കിൽ, अगर आपके अंदर परिवर्तन होना നിനക്ക് है, മാറ്റം ഉണ്ടാകണമെങ്കിൽ अगर आप में बदलावट आनी है, പരിശുദ്ധാത്മാവ് പ്രാപിച്ചേ പറ്റൂ. आपको पवित्र आत्मा पाना ही होगा। ആമേൻ. आमेन।
ഞായറാഴ്ച യോഗത്തിന് വരുന്ന വലിയ കാര്യമല്ല, रविवार कलीसिया में आना बहुत बड़ी बात नहीं, കൈയടിക്കുന്ന വലിയ കാര്യമല്ല, ताली बजाते हैं वो बड़ी बात नहीं, സ്വോത്രാഴ്ച ഇടുന്ന വലിയ കാര്യമല്ല. दान अर्पण डालते हैं वो बड़ी बात ഇതെല്ലാം അത്യാവശ്യമാണ്. नहीं। ये सब हमको करना ही പക്ഷെ है, അതിനേക്കാൾ വലുത് पर उससे भी बड़ा പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. हमें पवित्र आत्मा को पाना है। ആമേൻ. आमेन। പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ अगर आप पवित्र आत्मा को ना पाए, ഒരു കാര്യം ഉറപ്പാണ്, एक बात यकीन से कहता हूं, നീ പാപത്തെ ജയിക്കത്തില്ല. आप कभी पाप पर जीत नहीं पा पाओगे। ഇതെല്ലാം നമുക്ക് പഠിക്കണ്ടേ. ये सब हमको सीखना है। പാപത്തെ ജയിക്കണോ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. अगर हमको पाप पर जीत पाना है तो हमें पवित्र आत्मा को प्राप्त करना है। 2, दूसरी बात, ആത്മാവ് അകത്തുണ്ടായിട്ട് പാപത്തെ ജയിക്കാത്തവൻ അവൻ പ്രാപിച്ചത് ആത്മാവല്ല. और एक व्यक्ति के अंदर पवित्र आत्मा होकर भी अगर उसने पाप पर जीत नहीं पाया तो उसने पवित्र आत्मा को कभी प्राप्त ही नहीं किया। അവൻ അവകാശപ്പെടുന്നു പ്രാപിച്ചെന്ന് അവൻ പ്രാപിച്ചിട്ടില്ല. वो अधिकार से कहता है कि उसने पाया, पर उसने पवित्र आत्मा को नहीं पाया। ആമേൻ. आमेन। ഈ ഓരോരുത്തരുടെ അകത്ത് ഡിഫറൻ്റ് ആത്മാവാണോ അതോ എല്ലാവരുടെയും അകത്ത് സെയിം ആത്മാവാണോ? सभी के अंदर क्या अलग अलग आत्मा है या सभी के अंदर एक ही आत्मा है? നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ ഡിഫറൻ്റ്. सिर्फ വന്ന ആത്മാവ് സെയിമാ. हमारे अंदर जो व्यक्तिगत आत्मा है वो ही अलग है, पर जो हमारे ऊपर आया वो आत्मा एक ही है सबके अंदर। ക്ലിയർ ആയോ? यस। ദൈവം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ആത്മാവുണ്ട്, അത് ഡിഫറൻ്റാ. परमेश्वर ने हर एक व्यक्तियों को एक एक आत्मा दिया है, वो अलग है, അത് ഡിഫറൻ്റാ. वो अलग है, പക്ഷെ നമ്മുടെ മേൽ വന്ന പരിശുദ്ധാത്മാവ് സെയിം. पर हमारे ऊपर आया पवित्र आत्मा सबके ऊपर एक ही है। ഇപ്പോൾ ഒരാളുടെ അകത്ത് വന്ന ആത്മാവ് അദ്ദേഹത്തെ പാപം ചൂണ്ടിക്കാണിച്ച് നന്നാക്കി പെർഫെക്റ്റ് ആക്കുന്നു. മറ്റേ ആളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കുന്നില്ല. അതിന് പ്രവാചകൻ വേണം. या एक व्यक्ति के अंदर जो पवित्र आत्मा आया, वो आत्मा उसको उसके पाप को दिखा रहा है, उसको गलत बात बता के दे रहा है, सही मार्ग दिखा रहा है, पर दूसरे व्यक्ति के अंदर ये कुछ नहीं हो रहा, वो ऐसे ही जा रहा है। അങ്ങനെ വരുമോ? क्या ऐसा कभी होगा? അങ്ങനെ ഉണ്ടാവോ? क्या ऐसा हो सकता है? आप बताओ। ഗീതേൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഗീതേൻ്റെ എന്നും വഴക്ക് പറയും. और गीता आंटी के अंदर जो आत्मा है वो आपको हर दिन डांटता है। സെലസ്റ്റിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് മിണ്ടത്തേ ഇല്ല. पर सेलेस्ट के अंदर जो आत्मा आई वो उससे बात ही नहीं അങ്ങനെ करती। ഒരു ആത്മാവുണ്ടോ? क्या ऐसे एक आत्मा का स्तर है? नो। അപ്പൊ പ്രാപിച്ചതിനകത്ത് എന്തോ കുഴപ്പമില്ലേ? तो आपने जो प्राप्त किया वहां कहीं तो मिस्टेक है। നമ്മൾ ചലഞ്ച് ചെയ്യുന്ന പ്രവാചകൻ വെളിപ്പെടുത്തട്ടെ. और हम ये चेतावनी देते, अगर नबी को हो सकता है तो പ്രവാചകന്റെ പരിപാടി നിന്റെ പാപം വിളിച്ചു പറയലല്ല. नबी का कार्य तेरे जो है प्रॉब्लम्स को नबूवत करने के लिए नहीं। അതാരാണ് പറഞ്ഞത്? वो किसने ऐसे कहा? പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, ध्यान से सुनना, പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ नए करार में कोई भी एक नबी ഇന്ന തെറ്റ് നിന്നെക്കൊണ്ട് ഇന്ന കുഴപ്പമുണ്ടെന്ന് പ്രവചിച്ചു ഒന്ന് കാണിച്ചു തരാമോ? क्या मुझे आप दिखा सकते हो वचन में कहीं नए करार में कि किसी नबी ने ऐसे कहा कि तेरे में ये गलत पाप है, तेरे में ये गलती है? പൗലോസ് പ്രവാചകനാ? पौलोस नबी है, ആമേൻ. പത്രോസ് പ്രവാചകനാ? पत्रोस नबी है, യോഹന്നാൻ പ്രവാചകനാ? यूहन्ना नबी, യാക്കോബ് പ്രവാചകനാ? याकूब എവിടെയെങ്കിലും ഉണ്ടോ? नबी है? क्या कहीं पर भी कहा गया है നിനക്കിന്ന പാപമുണ്ട് तेरे अंदर ये पाप है? എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ ആരുമില്ല. किसी ने ऐसे कहा है क्या? പക്ഷെ किसी ने അവരെല്ലാം नहीं किया। പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പാപങ്ങളാ. पर उन्होंने ये कहा है कि ये सब पाप है। ഇല്ല നിനക്കിതുണ്ട് അവർ വിളിച്ചു പറഞ്ഞിട്ടില്ല. उन्होंने कभी ऐसा नहीं कहा कि ये पाप तेरे अंदर है। അവർ പറഞ്ഞു ഇത് ദുരുപദേശ, उन्होंने कहा कि ये गलत शिक्षण है, ഇത് തെറ്റാ, ये गलत है, ഇത്
ശരിയല്ല, ये सही नहीं അത് है, പറഞ്ഞിട്ടുണ്ട്. ऐसा उन्होंने कहा है। അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊരിന്ത്യ സഭയെ നിന്റെ കാര്യം പോക്ക എന്ന് അവര് പറഞ്ഞിട്ടില്ല. उन्होंने कभी ऐसा नहीं कहा कुरिन्थिया कलीसिया तुम्हारी तो दुरवस्था है, तुम नहीं बच पाओगे। അവൻ ऐसा नहीं പ്രവചിക്കുമല്ല കൊരിന്ത്യ സഭയോട് ചെയ്ത്. कहा। ओ पौलुस कुरिन्थियों से नबूवत नहीं कर रहा। ഒരിക്കലും കൊരിന്ത്യ സഭയോട് പൗലോസ് പ്രവചിച്ചില്ല. पौलुस ने कुरिन्थिया कलीसिया से कभी അവിടെ नबूवत नहीं ചെന്നിട്ട് പറഞ്ഞു की। ഈ തെറ്റ് തെറ്റാ, पौलुस ने कहा ये पाप ഈ गलत है, തെറ്റുള്ളവൻ സഭയ്ക്കകത്തിരിക്കാൻ പാടില്ല. और जिस व्यक्ति के अंदर ये गलती है वो कलीसिया में नहीं रह सकता। എന്നിട്ട് സഭയെന്ന് പുറത്താക്കിയില്ല, और उसे कलीसिया से बाहर नहीं निकाला, കൂട്ടായ്മയെന്ന് മാറ്റി നിർത്തി संगति से हटा कर रखा। മാനസാന്തരപ്പെട്ടവ തിരിച്ചെടുത്തു. जब उसने मन फिरावट पा लिया, उस व्यक्ति को फिर से संगति में लाया। സഭയെന്ന് പുറത്താക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. किसी भी मनुष्य को किसी को कलीसिया से हटा कर रखने की അതിന്റെ कोई കാരണം अधिकार नहीं। എന്താണെന്നറിയോ? उसका कारण क्या? ആരും ഒരുത്തരെയും രക്ഷിച്ചിട്ടില്ല. किसी भी व्यक्ति ने किसी भी दूसरे मनुष्य को उद्धार नहीं दिया। രക്ഷിച്ചത് യേശുവാ. यीशु ने ही उन्हें उद्धार അവനാ दिया। സഭയോട് ചേർത്ത്. यीशु ने उन्हें कलीसिया के साथ जोड़ा। आमीन। എന്നാ പഴയ നിമിത്തി യെരമ്യാ ഉണ്ട്. पर पुराने करार में यिर्मयाह है। എന്റെ കാരണം എന്താണെന്നറിയോ? उसका कारण क्या है? പഴയ നിയമത്തിൽ എല്ലാവരുടെ മേലും ആത്മാവുണ്ടോ? पुराने करार में क्या सभी के ऊपर पवित्र आत्मा आया है? ഉണ്ടോ? है या नहीं? ഉണ്ടോ? ഇല്ല. नहीं। പക്ഷെ പുതിയ നിയമത്തിലോ? पर नए करार में कैसा है? അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും. अंत के दिनों में सभी शरीरों के ऊपर, എല്ലാവരുടെ മേലും ആത്മാവുള്ള കാലത്ത് തെറ്റു പറയാൻ പ്രവാചകന്റെ ആവശ്യമില്ല. वो जमाना जब भी सबके ऊपर आत्मा है, तभी आपके पाप को दिखाने के लिए एक नबी की जरूरत नहीं। ആമേൻ. എന്നാൽ पर പഴയ നിയമത്തിൽ എല്ലാവരുടെ മേലും ആത്മാവില്ല. पुराने करार में सभी के ऊपर पवित्र आत्मा नहीं है। അന്ന് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ മേലെ രണ്ടുപേരുടെ മേലാ വരുന്നത്. और पुराने करार में उस जमाने में एक या दो व्यक्तियों के ऊपर पवित्र आत्मा आता था। യെശയ്യാവ് എന്ന പ്രവാചകനുള്ള കാലത്ത് യെശയ്യാവേ ഉള്ളൂ. और यशायाह नबी का जो जमाना था, तभी सिर्फ वो ही वहां पर कार्य कर रहा था। ആമേൻ. आमीन। അപ്പോൾ യെശയ്യാവിന്റെ കയ്യിലോട്ട് അങ്ങ് ദൂത് കൊടുക്കുക. तो यशायाह के हाथों में परमेश्वर वाणियों को दे रहा था, തെറ്റു ചൂണ്ടിക്കാണിക്കുന്നു, गलतियों को दिखा रहा था, ജനത്തിന്റെ പാപം പറയുന്നു, लोगों के पाप को दिखा रहा അവരോട് था, മടങ്ങി വരണമെന്ന് പറയുന്നു. उनको मन फिरा कर लौट आने के लिए कह ഇതെല്ലാം रहा था। പഴയ നിയമത്തിലാ. ये सब पुराने करार में हो रहा है। മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ पा रहे हो? അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതിനുവേണ്ടിയാ ഞാൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തത്. हमको इन सारे सच्चाइयों के बारे में सीखना है, इसलिए मैंने पवित्र आत्मा नामक ये विषय അപ്പൊ को എന്റെ शुरुआत ഈ किया। ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരണം. मेरे इस सवाल का आप उत्तर देना। എല്ലാവരുടെ മേലും വന്ന ആത്മാവ് സെയിം सभी के ऊपर आया हुआ पवित्र आत्मा सेम है। അല്ലേ? यस। അല്ലയോ? हाँ। ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും സെയിം ആവുന്നത്. परमेश्वर की जो आत्मा पवित्र आत्मा है, सभी के ऊपर समान रूप से आई। എന്റെ ചോദ്യം, मेरा सवाल, നിന്റെ നോട്ടം ശരിയല്ല, आपका देखना सही നീ नहीं है, കേൾക്കുന്നത് ശരിയല്ല, आप जो सुन रहे हो वो നീ सही नहीं, സംസാരിക്കുന്നത് ശരിയല്ല. आप जो बात कर रहे हो वो सही नहीं है। ഇതൊക്കെ ക്ലിയർ ആയിട്ട് വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ടോ ആത്മാവ്? क्या ये आत्मा आपको इन सभी के फर्क को सही रूप से स्पष्ट कर कर दे रहा है या नहीं? അങ്ങനെ പറഞ്ഞു തരുവോ? क्या पवित्र आत्मा वैसा बताकर देता है? തരുവോ? തരും. हाँ, देता है। നമുക്കങ്ങനെ തരാറുണ്ടോ? क्या हमको पवित्र आत्मा वैसे फर्क समझा कर देता है? ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. परमेश्वर ने मुझे सिखाई एक बात है। ആര് സ്വോത്രം പറയാത്ത അന്നത്തെ പ്രസംഗമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന കർത്താവ് പറഞ്ഞു. प्रभु ने मुझसे कहा है कि वो प्रचार जहां पर बहुत कम लोग स्तुति देते हैं या स्तुति नहीं देते, वो सबसे अच्छा प्रचार था। ആമേൻ. आमीन। അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ വിചാരം ഇന്ന് ബെസ്റ്റ് പ്രസംഗമാണ്. तो जब भी आप शांत बैठते हो, मैं ये सोच लेता हूं कि आज का प्रचार सबसे उत्तम था। ആമേൻ. പണ്ട് എനിക്ക് എല്ലാവരും
നൂറെ നിൽക്കണം പ്രസംഗിക്കണമെങ്കിൽ. और पहले सब मेरा ऐसा सोच था कि जब मैं प्रचार कर रहा हूँ सभी बहुत ही उत्साहित होकर मेरे साथ रुके, കാരണം എൻ്റെ തുടക്കം എല്ലാം പെന്തക്കോസ്ത് ചർച്ചിനകത്തായിരുന്നു. क्योंकि मेरी शुरुआत सब पेंतिकोस कलीसिया के अंदर थी അവർക്ക് പിശാച് പോരാട്ടമൊന്നും ഇട്ട് കൊടുത്താൽ മതി, എല്ലാവരും കൈയടിച്ചോളൂ. और उनके बीच सिर्फ शैतान और तुम्हारे खिलाफ वो लड़ रहा है ये कहो, वो सब नाचने लगेंगे. അവര് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരിട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിട്ട് കൊടുക്കും. और बीच बीच में इन शब्दों को हम उनको डालकर देते थे അവര് ഇളകും. और वो फिर बहुत ही उत्साहित हो जाते നമുക്ക് थे. പ്രസംഗിക്കാൻ ആവേശം കൂടും. तो उन्हें देखकर प्रचार करने की उत्साहन हम में भी बढ़ അതുപോലെ जाती थी. ഇമോഷൻ ആയിരുന്നു. और वो बहुत ज्यादा भावनाएं कार्य करती थी. കർത്താവ് എന്തെടുത്തെന്നറിയോ? परमेश्वर ने क्या किया, ഒരു പീരീഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്നെ മൊത്തം പെന്തക്കോസുകാരുടെ യൂണിയൻ മീറ്റിങ്ങുകൾ കയറ്റിവിട്ടു. और परमेश्वर ने एक समय के बाद पेंतिकोस के उस वातावरण से हटाकर एकत्रित आने वाले झुंड अलग अलग जो है परंपरा के जगह എല്ലാ ക്രിസ്ത്യാനികളും ഉണ്ട്. मतलब ऐसा जगह जहां पर सब तरीके के मसीह लोग, മാർത്തോമായ, ഓർത്തഡോക്സ്, കാത്തലിക്സ് എല്ലാവരും കൂടെ കൂടുന്ന മീറ്റിംഗ്. मर्तोमाइट्स, याकूबाइट्स, ये नामदेव मसीह लोग भी वहां पर आते थे. ആമേൻ. അല്ല അങ്ങനെ പറയാതെ മാർത്തോമായൻസ്, ഓർത്തഡോക്സ്, കാത്തലിക്സ് ഒക്കെ കൂടുന്നു. जो एक कैथलिक्स, मर्तोमाइट्स, याकूबाइट्स ये सब आते थे, वैसे संगति में मुझे भेजते थे. പെന്തക്കോസുകാരും അതിനകത്തുണ്ട്. उनके बीच भी पेंतिकोस लोग थे. അതിനകത്ത് ചെന്ന് ആരും മിണ്ടത്തില്ല, जब उसके बीच हम जाते हैं तो कोई बात नहीं करता, ഹല്ലേലൂയ പറയത്തില്ല, कोई हालेलुया नहीं कहते, കൈയടിക്കത്തില്ല, ताली नहीं बजाते, അവരിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. वैसे ही बैठते हैं. അവിടെ ഞാൻ പ്രസംഗിച്ച് ഞാൻ പഠിച്ചു, എനിക്ക് കയ്യടി ഇല്ലേലും സ്വോത്രം ഇല്ലേലും പ്രസംഗം വരും. और वहां प्रचार कर करके मैंने सीख लिया कि कोई ताली भी ना बजाए तो भी मैं प्रचार कर लूं. പിന്നീടാണ് കർത്താവിനോട് പറഞ്ഞ്, फिर प्रभु ने मुझसे कहा, കറക്റ്റ് ദൂത് ആത്മാവിന് കൊടുത്താൽ മിണ്ടാതിരിക്കും. तो तुम अगर सही वाणी अगर आत्मा में परोसो तो वो सब शांत बैठकर सुनेंगे. ആമേൻ. आमीन. ആത്മാവ് ചലിക്കുന്ന ഏറ്റവും നല്ല. तो जब पवित्र आत्मा कार्य करना शुरुआत करता है उसका पीछा करना सबसे उत्तम होता है. അതുകൊണ്ട് നിങ്ങൾ മിണ്ടായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചിന്ത ഇന്നത്തെ ദൂത് എറിക്കുന്നുണ്ടെന്ന്. तो जब आप शांत बैठ रहे हो तो मैं ये समझ जाता हूँ പക്ഷെ कि आज എൻ്റെ की वाणी छू रही ചോദ്യം है. ഇതാണ്, അതിന് നിങ്ങൾ മറുപടി തരണം. मेरा सवाल ये है, आप उत्तर देना. നോട്ടം, കേൾവി, സ്പർശനം ഇതൊക്കെ ശരിയെന്നും തെറ്റെന്നും പറയുന്ന ആത്മാവല്ലേ നമുക്ക് കിട്ടിയേ? और हमारा देखना, हमारा बोलना, हमारा छूना ये सही है या गलत है ये बताकर देने वाली आत्मा को हमने प्राप्त किया है या नहीं? ആന്നോ? यस. ആത്മാവ് അത് ചെയ്യാറുണ്ടോ? क्या पवित्र आत्मा आपके अंदर वो करता है? ആത്മാവുണ്ടെന്ന് പറയുന്നു, അവന് അന്യഭാഷ പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. और जो है पवित्र आत्मा है कहते हैं, कुछ लोग ऐसे हैं जो अन्य भाषा कहते हैं, कुछ लोग अन्य भाषा नहीं कहते हैं. എൻ്റെ അറിവില് ചർച്ചിനകത്ത് ഒരു 99% ആളുകൾ സ്നാനപ്പെട്ടവരാണ്. और मेरे जानकारी में कलीसिया में 99% लोगों ने बपतिस्मा स्वीकार किया है. അപ്പോൾ രക്ഷിക്കപ്പെടാതെ ഏതായാലും സ്നാനപ്പെടത്തില്ലല്ലോ. तो आप में से कोई उद्धार पाए बिना तो बपतिस्मा नहीं लेंगे. രക്ഷിക്കപ്പെടണമെങ്കിൽ ആത്മാവ് വേണം. और अगर उद्धार पाना है तो पवित्र आत्मा की जरूरत है. പക്ഷേ എൻ്റെ ചോദ്യം, ആത്മാവ് നിങ്ങളോട് ഈ പ്രോപ്പറായിട്ടുള്ള ഇൻ്ററാക്ഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ? तो पवित्र आत्मा आपके साथ हर दिन ऐसे सही बातचीत को कर रहा है या नहीं? ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ടത്, अभी आपको ये सोचना, അങ്ങനെ നടത്തിയാൽ अगर वैसा कार्य होता है നമ്മൾ പെട്ടെന്ന് വിശുദ്ധരാകത്തില്ലേ? तो हम जल्द ही पवित्र बन जाएंगे या नहीं? ഇത്ര നാളായിട്ട് എന്താ നമ്മളാകാഞ്ഞ്? पर फिर भी इतने समय होकर भी हम पवित्र क्यों नहीं बन पा रहे? ഇപ്പൊ നമ്മൾ അനുസരണം കിട്ടവരാ. तो उसका मतलब हम अनाज्ञाकारी हैं. നിങ്ങൾ പറയുന്ന ആത്മാവ് സംസാരിക്കും. आप कहते हैं कि पवित्र आत्मा बातें करता है. ആത്മാവ് സംസാരിച്ചാൽ നമ്മൾ വിശുദ്ധരാകും. पवित्र आत्मा अगर हमसे बात करे तो हम पवित्र പക്ഷെ बन നമ്മൾ जाएं. വിശുദ്ധരായിട്ടില്ല. पर हम अभी तक पवित्र नहीं അപ്പൊ बने. നമ്മൾ ഇത്രയും നാള് സംസാരിച്ചത് മുഴുവനെ എന്തോ ചെയ്തിട്ടില്ല? तो हमने अभी तक जो भी बातें की वो क्या नहीं हुआ है? അനുസരിച്ചിട്ടില്ല. हमने അപ്പൊ वो നമ്മുടെ बातों को പേരെന്താ? नहीं माना. तो हमारा नाम क्या है? अनाज्ञाकारी.
ഇത് ഞാനല്ല നിങ്ങളാ പറയുന്നത്. मैं नहीं कह रहा, आप ही कह रहा हूं कि कह रहे ഞാൻ हैं कि आप ആരെയും आज्ञा അനുസരണം नहीं। കെട്ടവരെന്ന് പറഞ്ഞിട്ടില്ല. मैंने किसी को भी आज्ञा नहीं പക്ഷെ मानने वाले നിങ്ങൾ लोग नहीं നിങ്ങളോട് പറ, बोले। पर आप अपने आप से कहो, അല്ലെങ്കിൽ പറ ആത്മാവ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. नहीं तो आप ऐसे कहो कि आत्मा कैसे बातें करता है ये हमको नहीं पता है। ഞങ്ങൾക്ക് ആത്മാവിന്റെ ശബ്ദം കേട്ട് പരിചയമില്ല. हमको आत्मा की आवाज सुनकर कोई पहचान नहीं है। ഇനിയും നിങ്ങൾ എനിക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലോട്ട് വന്നു. आप सभी यूहन्ना के सुसमाचार 3 अध्याय की ओर आएंगे അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. और यूहन्ना का सुसमाचार 3 अध्याय उसके ഞാനിവിടുന്ന് കണ്ടോട്ടെ. पहले आयत से हम पढ़ेंगे। ആ. फरीसियों में निकोदेमस नाम का एक मनुष्य था जो यहूदियों का सरदार था। ആ. उसने रात को यीशु के पास आकर उससे कहा, ആ. हे रबी, हम जानते हैं कि तू परमेश्वर के ओर से गुरु होकर आया है, ആ. क्योंकि कोई इन चिन्हों को जो तू दिखाता है यदि परमेश्वर उसके साथ न हो तो नहीं दिखा सकता। ആ. यीशु ने उसको उत्तर दिया, हाँ। मैं तुझसे सच सच कहता हूं, हाँ। यदि कोई नए सिरे से हाँ। न जन्मे हाँ। तो परमेश्वर का राज्य देख नहीं सकता। എന്താ വാക്യം 3:3? 3 अध्याय उसके 3 आयत में क्या लिखा गया है? यीशु ने उसको उत्तर दिया, मैं तुझसे सच सच कहता हूं, यदि कोई नए सिरे से न जन्मे तो परमेश्वर का राज्य देख नहीं सकता। എന്തുവാ? क्या लिखा है? ദൈവരാജ്യത്തിൽ പോകുമെന്നല്ല, हाँ, या ऐसा नहीं कि परमेश्वर के राज्य में नहीं जाएंगे, पर हाँ ऐसा लिखा है कि देख नहीं सकता। ദൈവരാജ്യം കാണണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. अगर आपको परमेश्वर का राज्य देखना भी है तो आपको नए सिरे से जन्म लेना है। പിടികിട്ടിയോ? क्या आप समझ पाए? ഇപ്പം ജനനം പുതുതായില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. तो अगर आप नए सिरे से जन्म ना ले तो आप परमेश्वर का राज्य देख भी नहीं सकते। ഇതുപോലൊരു വാക്ക് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ऐसा ही एक बात यीशु अपने चेलों से कहता है, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. यीशु मसीह ने अपने चेलों से कहा कि तुम मुड़कर बच्चों के समान नहीं बनो तो तुम परमेश्वर के राज्य को देख भी नहीं सकते। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब ഒരുവൻ ജനിച്ച് एक व्यक्ति जन्म लेकर, ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ അവൻ ആരെ പോലാകും? तो वो मसीह में जब वो जन्म लेता है वो कैसे बन जाता है? ശിശുവിന്റെ ഹൃദയം പോലാണ്. उसका हृदय एक बच्चे के समान बन जाता നമ്മൾ है। ഇവിടോട്ട് വരും. हम इस विषय की ओर आएंगे। അടുത്ത വാക്യം. अगला वचन हम पढ़ेंगे। ആ. निकोदेमस ने उससे कहा, मनुष्य जब बूढ़ा हो गया तो कैसे जन्म ले सकता है? ആ. क्या वह अपनी माता के गर्भ में हाँ। दूसरी बार प्रवेश करके हाँ। जन्म ले सकता है? ആ. यीशु ने उत्तर दिया, मैं तुझसे सच सच कहता हूं। ആ ഇനി ശ്രദ്ധിക്കുക. ध्यान से सुनना। നമ്മൾ മുമ്പ് കർത്താവ് പറഞ്ഞു കേട്ടു, പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ എവിടെ കിടക്കത്തില്ല, पहले प्रभु ने कहा कि സ്വർഗം കാണത്തില്ല. अगर तुम नए सिरे से जन्म ना लो तो परमेश्वर के राज्य देख भी नहीं ഇനി सकते। അടുത്ത ദൈവം ഉറപ്പിച്ചു പറയുന്ന കാര്യം കേട്ടോട്ടെ. दूसरी बात परमेश्वर सच मानकर कह रहा है वो ये है, जब तक कोई मनुष्य जल और आत्मा से न जन्मे। ആ എന്തൊക്കെയാ? जल, എവിടൊക്കെ ജനിക്കണം? जल में और आत्मा में। അപ്പൊ എത്ര ജന്മമുണ്ട്? तो कितना जन्म है फिर? വെള്ളത്തിലും ഒരു ജന്മമുണ്ട്,
जल में भी एक जन्म है, ആത്മാവിലും ജലം രണ്ടും രണ്ടാ. आत्मा से भी एक जन्म है, वो दोनों हाँ। भी अलग है. ആ कोई मनुष्य जल और आत्मा से न जन्मे हाँ। तो वह परमेश्वर के राज्य में प्रवेश नहीं कर सकता. കാണണമെങ്കിൽ പുതുതായിട്ട് ജനിക്കണം. अगर राज्य देखना है तो नए सिरे से जन्म लेना है. കടക്കണമെങ്കിൽ आमीन. വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. अगर उसके राज्य में प्रवेश करना है तो जल और आत्मा से जन्मना है. എൻ്റെ ചോദ്യം, मेरा सवाल, ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ച മനുഷ്യനാരാ? स्वर्ग में पहला गया हुआ मनुष्य ഈ कौन है? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിച്ച മനുഷ്യനാരാ? इस धरती से पहला स्वर्ग में गया वो मनुष्य कौन है? ആരാ? कौन है? ഒറ്റ ഒരാളെ പ്രവേശിച്ചിട്ടുള്ളൂ. एक ही व्यक्ति ने वैसा प्रवेश किया. അതാരാ? वो कौन है? യേശു. वो यीशु है. അല്ലാതെ ആരും പ്രവേശിച്ചിട്ടില്ല. और कोई भी वैसा प्रवेश नहीं किया है. യേശു വെള്ളത്തിലും ആത്മാവിലും ജനിച്ചോ? हमें क्या यीशु का जन्म जल और आत्मा से हुआ था? यस. ആദ്യമായി വെള്ളത്തിലും ആത്മാവിലും ജനിച്ച മനുഷ്യന്റെ പേരാ യേശു. और यीशु वो मनुष्य है पहले जो जल और आत्मा से उनका जन्म हुआ था. യേശുവിന് സ്വർഗത്തിൽ കടക്കാൻ അത് ചെയ്യണമെങ്കിൽ अगर यीशु को स्वर्ग में जाने के लिए वो करना जरूरी था, നമുക്ക് കടക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. तो हमें अगर राज्य में जाना है तो हमें भी वो करना जरूरी है. അപ്പൊ കൈ അടിച്ചാ സ്വർഗത്തിൽ പോമോ? तो क्या हम सिर्फ ताली बजाकर स्वर्ग में जाएंगे क्या? പോമോ? नहीं. എല്ലാ യോഗവും മുടക്കുന്നില്ല. സ്വോത്രാഴ്ച മൊത്തം ഇടുന്നു, അന്യഭാഷ പറയുന്നു, എല്ലാം പറയുന്നു. പക്ഷെ പുതുതായിട്ട് ജനിച്ചില്ല. കാണുമോ സ്വർഗം? हम सब संगति में जाते हैं, दान अर्पण पूरा देते हैं, अन्य भाषा भी कहते हैं, पर हम नए सिरे से जन्म नहीं लिए तो क्या हम स्वर्ग में जा पाएंगे? കാണാൻ പറ്റത്തില്ല. हम पहले तो राज्य देख भी नहीं पाए. വെള്ളത്തിലും ആത്മാവിലും ജനിച്ചില്ലെങ്കിൽ കടക്കാൻ പറ്റത്തില്ല. जल और आत्मा से न जन्मे तो हम उसके अंदर जा भी नहीं सकते. നമ്മൾ കൂളായിട്ടാ സ്നാനപ്പെട്ടു എല്ലാം തികഞ്ഞെന്നും പറഞ്ഞു ഇരിക്കുന്നു. हम बहुत ही आसानी से कहते हैं बपतिस्मा लिया और हम तो सिद्ध बन गए. अभी വെള്ളത്തിലെ ജന്മം കൊണ്ട് വീണ്ടും ജന്മം ആയില്ല. जल के जन्म लेने से आपका जो है नए सिरे का जन्म पूरा नहीं होता. വീണ്ടും ജനനം പൂർണ്ണ ആകണമെങ്കിൽ ആത്മാവിലൂടെ ജനിക്കണം. नए सिरे का जन्म अगर पूर्ण होना है तो आत्मा से भी जन्मना है. സിമ്പിളായിട്ട് പറഞ്ഞ മിനിമം 2 അന്യഭാഷയിലും പറയണം. एक आसान रीति से कहूं तो मिनिमम 2 अन्य भाषा में तो हम बातें कर पाए. നീ ആത്മാവിൽ ജനിച്ചെന്നുള്ളതിന്റെ തെളിവതാ. और आपने आत्मा में जन्म लिया उसका सबूत वो है. എത്ര സീരിയസ് ആണെന്ന് മനസ്സിലായോ? ये विषय कितना गंभीर है. देखो നിങ്ങൾ ആ വാക്യം വായിച്ചേ. इस वचन को हम फिर से पढ़ें. നമ്മൾ എവിടെ പോകാനാ ഇവിടെ ഇരിക്കുന്നത്? हम किस जगह पर जाने के लिए यहाँ बैठे हैं? परमेश्वर के राज्य में. അമർനാഥിന് പോകാനാണോ അതോ സ്വർഗത്തിൽ പോകാനാണോ? क्या हम अमरनाथ जाने के लिए बैठे हैं या स्वर्ग जाने के लिए बैठे हैं? स्वर्ग. സ്വർഗത്തിൽ. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണം? अगर स्वर्ग में प्रवेश करना है तो क्या चाहिए? जल. ആത്മാവും വേണം, വെള്ളവും വേണം. രണ്ടിലും ജനിക്കണം. जल और आत्मा दोनों से जन्म लेना है. ഇത് ഞാൻ പറഞ്ഞല്ല, ये मैंने नहीं कहा. യോഹന്നാൻ പറഞ്ഞല്ല, यूहन्ना ने नहीं യേശു कहा. പറഞ്ഞതാ. यीशु ने खुद ने कहा है. ഇംഗ്ലീഷിൽ അതിനെങ്ങനെ പറയുന്നത്? Truly, Jesus answered, truly, truly, I say to you, unless one is born of ട്രൂലി water. ട്രൂലി. Such, ബൈബിളിൽ എവിടെയെങ്കിലും 2 പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീക്കം വരാത്തതെന്നാ. अगर वचन में कहीं पर भी ऐसा सच सच या अंग्रेजी में ट्रूली ट्रूली ऐसा कहां पर भी कहा है, मतलब वो वचन कभी नहीं बदल जाएगा. ഒരിക്കലും മാറത്തില്ല.
कभी भी उसमें बदलावट नहीं ഈ आएगी। കണ്ടീഷൻ മാറ്റത്തില്ല ദൈവം. ये शर्त कभी परमेश्वर नहीं बदलेगा। ഈ കണ്ടീഷൻ തെറ്റിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും നോ. इस शर्त का उल्लंघन कर कर अगर मैं स्वर्ग जाना चाहता हूं, प्रभु कहेगा नहीं हो सकता। കാരണം ഇത് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. क्योंकि प्रभु कहता है मैंने उस ऐलान को सच सच कहकर कहा है। ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? क्या आप समझ पा रहे हैं? ഒരാൾക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ ജനിക്കാൻ പറ്റത്തില്ല. एक व्यक्ति सीधे पानी या जल में जन्म नहीं ले सकता। വെള്ളത്തിൽ അവൻ്റെ ജനനം നടക്കണമെങ്കിൽ जल में अगर उसका जन्म होना है, വെള്ളത്തിൽ നടക്കുന്ന ജനനം ഒരു മരണം നടന്നിട്ടുള്ള ഉയർപ്പാണ്. और जल में जो जन्म होता है मृत्यु होने के बाद एक पुनरुत्थान का कार्य है। മരണം എന്തിനുള്ളതാ? मृत्यु किसके लिए है? പാപത്തിലാണ് മരണം. पाप को मृत्यु की जरूरत है। ആമേൻ. आमीन। ഇപ്പൊ പാപത്തിൽ മരിച്ച ഒരുവനെ വെള്ളത്തിൽ ജനിക്കാൻ പറ്റൂ. तो जो पाप के संबंध में मर चुका है वो ही जल में जन्म ले सकता है। പാപസംബന്ധമായി മരണം ഏറ്റെടുത്തവനെ ജീവൻ സംബന്ധമായി വെള്ളത്തിലൂടെ ജനിക്കാൻ പറ്റും. और जो पाप के संबंध में मर चुका है वो ही जल के द्वारा जीवन के संबंध में जी उठ ഇപ്പൊ सकता है। സിമ്പിളായിട്ട് പറഞ്ഞാൽ आसान रूप से कहे, യേശുവിൻ്റെ അടുക്കലോട്ട് ഒരു മരണമാ വരുന്നത്. यीशु के पास एक मृत्यु आ रहा है। പാപത്തിന്റെ ശമ്പളം എന്തുവാ? पाप का दाम क्या है? എന്തുവാ? मृत्यु है। മൃത്യു. ആദം സൃഷ്ടിക്കപ്പെട്ടത് ജീവനായിട്ടാ. और आदम का सृष्टि जो है जीवन के रूप में हुआ था। ഏദന് പുറത്തു വന്നത് ആരായിട്ടാ? पर एदन वाटिका के बाहर वो मरण क्या आया। बन गया है? मृत्यु के रूप में आया। ആമേൻ. ഏതിനെ വെച്ച് എന്താ പറഞ്ഞ? നീ ഒരു നാളും മരിക്കത്തില്ല. एदन में था तो प्रभु ने कहा तू कभी नहीं പക്ഷേ ഈ मरेगा। വൃക്ഷഫലം തിന്നാ നീ മരിക്കും. पर अगर तू इस वृक्ष का फल खाएगा तो तू मरेगा। തിന്നവൻ പുറത്ത് മരണമായിട്ട് വന്നു. तो जो खाया वो व्यक्ति बाहर मृत्यु के रूप में आया। ആമേൻ. അപ്പൊ തോട്ടത്തിൽ ആരായിരുന്നു? तो वाटिका में कौन था? ജീവനായിരുന്നു. जीवन था। ഇപ്പം കാൽവറിയിലോട്ട് ഒരുവൻ അടുക്കുന്നത് ആരാ അടുക്കുന്നത്? മരണമാ അടുക്കുന്നത്. तो एक व्यक्ति जो कलवरी के पास आ रहा है वो कौन है? वो मृत्यु उसके करीब आ रहा है। യേശു നടന്നങ്ങോട്ട് അടുത്ത് यीशु किसके करीब जा रहा है? കാൽവറി എന്ന മരണത്തോട് അടുത്ത്. कालवरी नामक उस मृत्यु के करीब जा रहा അപ്പൊ था। നമ്മൾ അങ്ങോട്ട് അടുക്കുന്നത് हम भी किसके करीब जा रहे हैं? പാപത്തിൽ മരിച്ച നമ്മൾ हम जो पाप के संबंध में मर चुके हैं, മരണമാണ് കാൽവറിയോട് അടുക്കുന്നത്. हम वो मृत्यु कलवरी के करीब पहुंच रहे हैं। കാൽവറിയിൽ വിശ്വസിച്ച് कलवरी पर विश्वास करके മരണത്തെ ജയിച്ച നമ്മൾ പുറത്തു വരുന്നത്. मृत्यु पर जीत पाकर हम बाहर आते हैं। മരണം കാൽവറിയുടെ അടുക്കൽ വന്ന് मृत्यु कलवरी के सामने आया, വിശ്വസിച്ചിട്ട് विश्वास करके ജീവനായി മാറുന്നു. जीवन में परिवर्तित അതാണ് होता है। വെള്ളത്താലുള്ള ജീവൻ. वो है जल के द्वारा जो जीवन मिलता है। പിടികിട്ടിയില്ല क्या आप समझ नहीं पाए? എൻ്റെ ചോദ്യം? मेरा सवाल यह है, കല്ലറയ്ക്കകത്ത് പാപത്തെ മുഴുവൻ ഏറ്റെടുത്തിട്ട് കർത്താവ് കല്ലറയ്ക്കകത്ത് പോയി. और प्रभु जो है हमारे पाप को सब स्वीकार करने के बाद वो कब्र के अंदर गए। മരണമായിട്ട് അകത്തോട്ട് പോയി. वो मृत्यु स्वीकार करके उस कब्र में गए തിരിച്ച് അവിടുന്ന് ശവം എടുത്തോ പുറത്ത്, അതോ ജീവൻ എടുത്തോ? और उस कब्र में से फिर से लाश को उठाया या जीवन को उठाया? ആർക്കും ആ കല്ലറയ്ക്കകത്തൊന്നും ശവം കിട്ടിയില്ല. किसी को भी उस कब्र में से एक लाश नहीं मिला। യേശുവിന്റെ കൂടെയുള്ളവർക്കും കിട്ടിയില്ല, जो यीशु के साथ थे उनको भी नहीं യേശുവിനെ मिला। കൊന്നവർക്കും കിട്ടിയില്ല. जिन्होंने यीशु को मारा उनको भी नहीं പിന്നെ मिला। എല്ലാവർക്കും കിട്ടിയെന്താ? सबको क्या मिला? सिर्फ ജീവനെയാ കിട്ടിയത്. जीवन मिला उनको। ആമേൻ. आमीन। ഇതാണ് നമ്മൾ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. और हमारे नए सिरे के जन्म में यही कार्य होता है। നമ്മുടെ ചെയ്ത പാപത്തിന് തക്ക ശിക്ഷയെ മരണമാ കിട്ടണ്ട. और हमारे पाप के सही योग्य दाम, सही में मृत्यु हमको मिलना चाहिए था। ഇത് കാൽവറിയിലോട്ട് നമ്മൾ അടുത്തപ്പോൾ जब हम कलवरी के करीब आए, കാൽവറി ജീവൻ വെച്ച് നീട്ടി.
कलवरी ने हमको सामने से നമ്മുടെ जीवन दिया। മരണത്തെ സ്വീകരിച്ചു. हमने हमारे मृत्यु के उसने स्वीकार कर लिया മരണത്തിന്റെ ആ വിഷമുള്ളിനെ ഓടിച്ചു. और मृत्यु के उस वंशित कांटे को वहां तोड़ दिया എന്നിട്ട് ജീവനെ നമുക്ക് കൈമാറി. और हमको जीवन दे दिया। ഇത് വിശ്വസിക്കുന്നതിനാണ് ജനനം എന്ന് പറയുന്നത്. और जब हम इसे विश्वास करते हैं उसे नए सिरे का जन्म कहते हैं। അപ്പോൾ അതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് വെള്ളത്തിൽ നടത്തുന്നത്. तो उसका जो है समूह के सामने ऐलान है जो जल में जन्म लेने से होता है। ആമേൻ. आमीन। ഇനി ശ്രദ്ധിച്ചേ, ध्यान से सुनना, ഇത് മനസ്സിലാകാൻ ये समझने के लिए യേശുവിന്റെ ജനനം മുതൽ നമുക്കൊന്ന് തൊടാം. यीशु के जन्म के समय से हम कुछ छुएंगे ഒരു 5 മിനിറ്റ് കൊണ്ട് യേശുവിന്റെ ജനനം എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. और 5 मिनट में यीशु के जन्म के बारे ആ में बताकर വാക്യം समाप्त ആരെങ്കിലും करूंगा। कोई എടുത്താൽ എനിക്കൊന്ന് തരണേ. कोई किसी को अगर वो वचन मिला तो मुझे बताना। അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിനക്കൊരു പുരുഷപ്രജ ലഭിക്കും, അവന് യേശു എന്ന് പേരിടണം. സുവിശേഷത്തിലായി വാക്യം. सुसमाचार में ये वचन लिखा है, ലൂക്ക लूका का सुसमाचार पहला अध्याय उसका 35th वर्स 35वां आयत। ആ स्वर्गदूत ने उसको उत्तर दिया, ആ पवित्र आत्मा तुझ पर उतरेगा ആ और परम प्रधान की सामर्थ ആ तुझ पर छाया करेगी। ആ ഇപ്പൊ इसलिए രണ്ട് സമ്മേളനങ്ങൾ ഒരു കന്യകയുടെ അകത്ത് നടന്നപ്പോഴാണ് യേശുവിന്റെ ജനനം നടക്കുന്നത്. और जब एक कन्या के ऊपर इन दोनों बातों का सम्मेलन हो रहा है तभी उसके अंदर यीशु का जन्म हुआ। ഏതൊക്കെയാ? वो कौन से दो कार्य है? पवित्र आत्मा तुझ पर उतरेगा और परम प्रधान की सामर्थ तुझ पर छाया करेगी। രണ്ട് ശക്തി ഏതാന്ന് വാക്യമല്ല ഞാൻ പറഞ്ഞു. दूसरे दो सामर्थ कौन से है? पवित्र आत्मा और परम प्रधान की सामर्थ। രണ്ടെണ്ണം. ഒന്ന് പിതാവായ ദൈവത്തിന്റെ ശക്തി, पहला परम प्रधान परमेश्वर की सामर्थ, രണ്ട് दूसरा പരിശുദ്ധാത്മാവ്. पवित्र आत्मा। അപ്പം പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും കൂടെ ഒരാളുടെ മേൽ സമ്മേളിച്ചപ്പോഴാ പുത്രനുണ്ടായത്. तो पिता परमेश्वर और पवित्र आत्मा जब ये दोनों सम्मिलित हो गए उसके अंदर से यीशु मसीह ആണല്ലോ. उत्पन्न हुआ। Yes। നമ്മളിലും അങ്ങനല്ലേ ഉണ്ടാവൂ? हम में भी ऐसा ही होता है ना? യേശു മനുഷ്യനായിട്ട് ഒരാളുടെ അകത്ത് വരണമെങ്കിൽ ഇത് രണ്ടും വേണം. अगर यीशु एक व्यक्ति के अंदर मनुष्य रूप में आना है तो ये दोनों की जरूरत है। അങ്ങനാണോ നമുക്ക് വന്ന്? क्या हमारे अंदर भी ऐसे ही പറഞ്ഞുതരാം. आया है? बता कर देता हूं। ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനുണ്ട്, കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ पत्रियों में ऐसा ദൈവത്തിന്റെ വചനത്താൽ അത്രയും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. എത്ര? पत्रोस की पहली पत्री उसका पहला अध्याय उसका 23वां आयत कहता है, क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के ഞാൻ जीवते വാക്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് നോക്കാത്തതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോവാം. परमेश्वर के जीवते और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है। അപ്പൊ നമ്മളെ വീണ്ടെടുത്ത എങ്ങനെ? तो हमारा उद्धार कैसे हुआ? ആ വാക്യം വെച്ചിട്ട് പറ. उस वचन के आधार पर बताओ। अविनाशी बीज से। परमेश्वर ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ वचन के ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. परमेश्वर के जीवते और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है। ആമേൻ. आमीन। യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്ന് പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. और यूहन्ना का सुसमाचार पहला अध्याय पहला आयत, आदि में वचन था
और वचन परमेश्वर के साथ था और वचन परमेश्वर था। ആമേൻ. आमेन। ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്നതാ യേശു. और उस वचन ने शारीरिक रूप धारण किया, वो है यीशु। ആമേൻ. आमेन। ഇനി എൻ്റെ ചോദ്യം, मेरा सवाल, യേശു മറിയയുടെ ഉദരത്തിൽ ചെന്നങ്ങനെ यीशु मरियम के गर्भ में कैसे पहुंचा? അത്യുന്നതന്റെ സാമർത്ഥ്യം, जो है परम प्रधान का छाया പരിശുദ്ധാത്മാവ്. और पवित्र आत्मा। അപ്പൊ ഈ വചനം നമ്മുടെ അകത്ത് എങ്ങനെയാ വരുന്നത്? तो ये वचन हमारे अंदर कैसे आता है? ആത്മാവ് കൊണ്ടുവരണം. पवित्र आत्मा को लाना होगा। അപ്പൊ വചനവും ആത്മാവും കൂടെ നമ്മുടെ അകത്ത് കയറുമ്പോ എന്തോ ആയി തീരും? तो वचन और आत्मा जब हमारे अंदर അത് सम्मिलित ജീവനുള്ളതായി होगा, തീരും. वो जीवन बन जाएगा। ആമേൻ. आमेन। വചനം ജീവനാകണമെങ്കിൽ अगर वचन आपके अंदर जीवन होना है, അവിടെ ആര് വരണം? वहां कौन आना होगा? ആത്മാവ് വരണം. पवित्र आत्मा को। പാഴായ ഭൂമി, जो है बेडोल ശൂന്യമായ ഭൂമി, वो धरती जो शून्य പല है, ഭൂയിഷ്ടമുള്ളതായത് अगर उसको फलवंत जो बना है, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോഴാ. वो पवित्र आत्मा के मंडराने के द्वारा അപ്പൊ हुआ। ഈ വചനം ये वचन നിന്റെ അകത്ത് വീഴുമ്പോൾ आपके अंदर അത് जब गिरता है, ജീവനുള്ളതാകണമെങ്കിൽ उसे जीवन अगर बनना है, ആര് വരണം? അവിടെ किसे वहां पर आना होगा? പരിശുദ്ധാത്മാവ് വരണം. पवित्र आत्मा को അപ്പൊ वहां आना ഈ होगा। വചനം നിന്റെ അകത്ത് കൊണ്ടുവരുന്നത് ആര്? तो ये वचन आपके अंदर कौन लाता है? അത്യുന്നതന്റെ സാമർത്ഥ്യത്തെ മറിയയുടെ ഉദരത്തിൽ കൊണ്ടുവന്നത് ആര്? परम प्रधान के सामर्थ को मरियम के गर्भ में किसने അവന്റെ लाया? പേരാ പരിശുദ്ധാത്മാവ്. उसका नाम है पवित्र आत्मा। നിന്റെ അകത്ത് आपके अंदर വചനത്തെ ജീവനാക്കുന്നത് ആര്? वचन को जीवन कौन बनाता അതിനെ है? അകത്ത് കൊണ്ടുവരുന്നത് ആര്? आपके अंदर वो कौन അവന്റെ लाता പേരാ है? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. उसका नाम है परमेश्वर का पवित्र आत्मा। പരിശുദ്ധാത്മാവിൽ വചനം നിന്റെ അകത്ത് വീഴാതെ पवित्र आत्मा में जब तक वचन आपके अंदर നീ नहीं വീണ്ടും गिरेगा, ജനിക്കത്തില്ല. आप नए सिरे से जन्म नहीं ले पाओगे। സൗഖ്യം നടന്നപ്പോ ഉണ്ടാകുന്നതിന്റെ പേരല്ല വീണ്ടും ജനനം. जब चंगाई हुई तभी जो हुआ उसे नए सिरे का जन्म नहीं ബന്ധനം कहते। അഴിഞ്ഞപ്പോ ഉണ്ടാകുന്നതിന്റെ പേരല്ല വീണ്ടും ജനനം. जब बंधुआई टूटी उसे नए सिरे का जन्म नहीं कहते। ഓ ബന്ധനം അഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സൗഖ്യമായപ്പോൾ അല്ലെങ്കിൽ ഭൂതം വിട്ടുമാറിയപ്പോൾ ഉണ്ടാകുന്നതിന്റെ പേരല്ല വീണ്ടും ജനനം. जब दुष्टात्मा से पीड़ित हम आजाद हुए, जब चंगाई हुई या बंधुआई टूटी, तभी हमने नए सिरे का പിന്നെ जन्म വീണ്ടും नहीं ജനനം हुआ। എന്താണ്? तो आपका नए सिरे का जन्म ഓ क्या है? ദൈവത്തിന്റെ വചനം, परमेश्वर का वचन, സാക്ഷാൽ യേശുവിനെ वो सही यीशु ही ആത്മാവ് നിന്റെ അകത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന്റെ പേരാ വീണ്ടും ജനനം. पवित्र आत्मा आपके अंदर उस यीशु को स्थापित करता है, वो है मसीह में जन्म लेना। ആമേൻ. आमेन। ആമേൻ. आमेन। അവിടാണ് ആത്മാവും യേശുവും കൂടെ നിന്റെ അകത്ത് വരുന്നതിന്റെ പേരാണ് വീണ്ടും ജനനം. और उस स्थान में यीशु और पवित्र आत्मा आपके अंदर आना, वही नए सिरे का जन्म ऐसे कहा जाता है। ആമേൻ. അല്ലാതെ ഈ നമുക്കെന്നാ പറ്റിപ്പോയേ, നമുക്ക് വിടുതലൊന്നും ഇല്ലാതെ നമ്മൾ കർത്താവിനെ ഒന്നും അറിയാതെ നടന്നപ്പം ഓടി ആരോ പറഞ്ഞു ചർച്ചിൽ കയറി വന്നു, വിടുതൽ പ്രാപിച്ചു. പിന്നെ നമ്മൾ പറയുന്നത് നമ്മളങ്ങ് കർത്താവിൻ്റെ ആയെന്നാ. ऐसा एक जमाना था जब हम प्रभु को नहीं जानते, छुटकारा कुछ नहीं था। एक दिन ऐसे किसी ने मीटिंग में बुलाया, हम आए, हमने छुटकारा पाया, तो हम कहते हैं कि हम मसीह में फिर जन्म ले चुके हैं। അതല്ല വീണ്ടും ജനനം. वो नहीं है मसीह में जन्म लेना। ഇവിടെ നിങ്ങൾ വായിര്, इस वचन में हम पढ़ेंगे, നമ്മൾ 3 വാക്യങ്ങളാണ് ജനനത്തെ കുറിച്ച് പറഞ്ഞത്. इस जन्म के लिए हमने 3 वचनों को आधार रखकर पढ़ा 4-5 വാക്യം പറഞ്ഞു. 4 या 5 से अधिक ഒന്ന്, वचनों को हमने पढ़ा है। पहला, ഒന്ന് പുതുതായി ജനിക്കണം. नए सिरे में जन्म लेना। 2 വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. दूसरा, जल और आत्मा से जन्म लेना। 3 അത്യുന്നതന്റെ ശക്തിയും പരിശുദ്ധാത്മാവും കൂടെ ഒരുമിച്ച് സമ്മേളിക്കണം. तीसरा, परम प्रधान की सामर्थ और पवित्र आत्मा का सम्मेलन हो। സിമ്പിളായിട്ട് പറഞ്ഞ വചനത്തെ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് കൊണ്ടുവരണം. आसान रूप में कहूँ, वचन को पवित्र आत्मा आपके अंदर लाए। അതിന്റെ പേരാണ് വീണ്ടും ജനനം. उसका नाम है मसीह में जन्म लेना। ആമേൻ. आमेन। ആമേൻ. ഇനി ഒരു കാര്യം പറയാം. और एक बात कहता हूं, ഇവിടെ മുതൽ, इस जगह से, അതായത് എൻ്റെ അകത്ത് വചനം ആര് കൊണ്ടുവന്നു? പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. मेरे अंदर पवित्र आत्मा ने वचन को लाया। ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? ध्यान से सुनना, വചനം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. पवित्र आत्मा ने मेरे अंदर वचन को लाया। വീണ്ടും ജനനത്തിന്റെ പ്രോസസ് അവിടെ തുടങ്ങുക. मसीह में जन्म लेने का प्रक्रिया शुरुआत हो വീണ്ടും रहा है। ജനനമായില്ല.
पूरा हुआ नहीं है। അവിടെ മുതൽ उस स्थान से ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ട് फिर मैं जल में बपतिस्मा लेकर പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് पवित्र आत्मा में भरकर ആത്മശക്തിയാൽ ഞാൻ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ और आत्मा के भरपूरी में जब परमेश्वर की मैं स्तुति करना शुरुआत എൻ്റെ करता हूँ, വീണ്ടും ജനനം പൂർത്തിയായി. मेरा मसीह में जन्म लेने का प्रक्रिया पूर्ण हो गया। അതുവരെ വീണ്ടും ജനനം പൂർത്തിയായിട്ടില്ല. और तब तक मसीह में जन्म लेने का प्रक्रिया खत्म नहीं हुआ है। പിടികിട്ടിയോ? क्या हम समझ पाए? നമ്മുടെ വിചാരം ഞാൻ കർത്താവിനെ രക്ഷകനെ അംഗീകരിച്ചു വീണ്ടും അല്ല. हम सोचते हैं कि ऐसी गवाही देंगे कि मैं उसे उद्धार करता मानता हूं और हम नए सिरे से जन्म ले चुके हैं। ऐसा ഞാൻ नहीं പള്ളി है। വിട്ടു അല്ലെങ്കിൽ ഞാൻ എല്ലായിടവും വിട്ടിട്ട് ഇപ്പം കൈയടിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പോയി വീണ്ടും ജനമായില്ല. मैं जिस आराधना जगह पर जाता था वो सब छोड़ दिया, पर मैं यहाँ आकर ताली बजाता हूँ, सब करता हूँ, वो मसीह में जन्म लेने का चिन्ह नहीं। നിന്റെ വീണ്ടും ജനനം പൂർത്തിയാകണമെങ്കിൽ आपका मसीह में जन्म प्रक्रिया अगर पूरा होना है, ആത്മാവ് വചനത്തെ നിന്റെ അകത്ത് കൊണ്ട് സ്ഥാപിക്കണം. पवित्र आत्मा आपके अंदर वचन को लाकर स्थापित करना है। അവിടെയാണ് നിനക്ക് പാപമോചനം വരുന്നത്. और उस स्थान में आपके अंदर पाप की समझ आपको आती പാപബോധം है। നിനക്കുണ്ടാവും. पाप किया उस बोध आपके अंदर അപ്പൊ आता നീ है। കർത്താവിനെ വിളിക്കും. फिर आप परमेश्वर को നീ पुकारते हैं। കർത്താവിനോട് പറയും നീ മാത്രം മതി എനിക്ക്. आप प्रभु से कहोगे कि അങ്ങ് आप ही എന്റെ काफी हो। രക്ഷകനാ, आप मेरे उद्धार അങ്ങ് करता എന്റെ हो। വീണ്ടെടുപ്പുകാരനാ. आपने मुझे छुड़ाया। ഇത് ഏറ്റു പറയുമ്പോ जब आप ये ऐलान करते हो, കർത്താവ് നിന്നോട് ഇടപെടാൻ തുടങ്ങും. പിന്നെ വന്നു കഴിഞ്ഞു ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. प्रभु फिर आपसे बातें करता है, आपके अंदर फिर जीवन ആ कायम होने ജീവൻ लगता അവിടെ है। ഇരുന്നുണ്ട് वो जीवन आपके अंदर അടുത്ത बैठकर ഘട്ടം നിന്നോട് പറയും अगला क्षण आपको बताता है മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കണം. कि तू मेरे मृत्यु गाड़े और पुनरुत्थान के साथ एकत्रित അതിന്റെ होना। പേരാ സ്നാനം. और उससे बपतिस्मा कहते हैं। സ്നാനപ്പെട്ട് കഴിയുമ്പോ പറയും बपतिस्मा लेने के बाद प्रभु कहता है ആത്മാവിൽ നീ നിറയണം. आत्मा में तुझे भरना। ആത്മാവ് നിന്റെ മേൽ വന്ന് आत्मा तुम्हारे ऊपर നീ आता है। ആദരം തുറന്ന് അന്യഭാഷ പറയാൻ തുടങ്ങും. जब आप मुंह खोलकर अन्य भाषाओं में कहने लगते അപ്പൊ हो, കർത്താവ് പറയും तभी प्रभु कहेगा നീ പുതുതായി ജനിച്ചു, आपका मसीह में नया നീ जन्म हो चुका। വെള്ളത്തിലും ആത്മാവിലും ജനിച്ചു. तुमने जल और आत्मा में ഇപ്പോ जन्म ले നിന്റെ लिया है। വീണ്ടും ജന്മം ഉറപ്പായി. और अभी तुम्हारा मसीह में जन्म पूर्ण हो गया। അവനോട് और उस व्यक्ति से പാപം ചെയ്യരുതെന്ന് ആരും പറയണ്ട. कोई और व्यक्ति उससे नहीं कहना है कि तू पाप मत कर। അവനോട് പറയാൻ ആത്മാവ് ഉണ്ടവന്. उस व्यक्ति को वो समझा कर देने के लिए पवित्र आत्मा उसके अंदर है। അവനോട് വാദിക്കാൻ ആത്മാവുണ്ട്. और उसके मन से हर बात संवाद करने के लिए पवित्र അവൻ आत्मा उसके വചനം साथ है। തുറക്കും. वो वचन खोलेगा। അവനോട് വചനം ഇടപെടും. उस व्यक्ति से वचन बातें करेगा। അവനോട് ആരാധിക്കാൻ ആരും പറയണ്ട. उस व्यक्ति को आराधना करने के लिए कोई कहना കൈയടിക്കാൻ नहीं। ആരും പറയണ്ട. ताली बजाने के लिए किसी को कहने की जरूरत കൊടുക്കാൻ नहीं। പറയണ്ട. देने के लिए किसी को कहने की जरूरत അവൻ नहीं। ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. वो व्यक्ति वो अपने आप से कर കാരണം लेगा। ഇതൊക്കെ പറയുന്ന ഒരു ആത്മാവനുണ്ടെന്ന്. क्योंकि ये सब उसको बताकर देने वाला आत्मा उसके अंदर है। ആമേൻ. आमेन। ഇതൊന്നും ഇല്ലാത്തവൻ കൊടുക്കുന്നുണ്ടല്ലോടാ. ये जिसके अंदर ये सब नहीं है वो भी देता है। ക്രിസ്ത്യാനിയായി എല്ലാത്തവൻ പോലും കൊടുക്കുന്നുണ്ടെന്ന്. जो व्यक्ति मसीह भी नहीं है वो भी देता है। നമ്മളെക്കാൾ അധികം കൊടുക്കുന്നവരായി ഇന്ത്യയിലുള്ളവർ. और भारत में हमसे भी ज्यादा देने वाले लोग हैं। പിന്നെ ആത്മാവ് വന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കുമെന്ന്. तो आत्मा अगर हमारे अंदर आए तो हम और भी अपने आप से दे देंगे। ആമേൻ. आमेन। നമ്മൾ ഇത് പറയണോ? क्या हमें उसके बारे में कहने की बात जरूरी है? ആത്മാവ് പറഞ്ഞിട്ടാണ് നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്. क्या हम आत्मा कहते हैं इसके लिए माता पिताओं का हम संभालते हैं या ख्याल रखते हैं? അപ്പനും അമ്മയും മക്കൾക്ക് കൊടുക്കുന്നത് ആത്മാവ് പറഞ്ഞിട്ടാണ്. और माता पिता बच्चों का ख्याल क्या आत्मा कहती है इसके लिए करते हैं क्या? അത് എത്തിക്സ് എന്ന് പറയും. पर वो എത്തിക്സ് എന്ന് പറയും. एथिक्स कहते हैं, हमारी मान्यता कहते हैं। ഇപ്പൊ ആത്മാവിന് ഒട്ടും മാന്യതയില്ലേ? तो क्या पवित्र आत्मा को कोई मान्यता ഇവിടെ नहीं? ഏറ്റവും അധികം മാന്യതയുള്ളത് എത്തിക്സ് ഉള്ളത് പരിശുദ്ധാത്മാവിനാ. और पवित्र आत्मा ही है जो ऊंचे स्तर के मान्यता का पालन करता है। നമ്മൾ കൊടുക്കും, वो हम देंगे നമ്മളെ സഹായിക്കും. और हम मदद करेंगे। പരിശുദ്ധാത്മാവ് പറഞ്ഞ സഹായിപ്പാനുള്ള വരം. पवित्र आत्मा वही कहता है कि मदद करने का वरदान അത് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമാ. वो पवित्र आत्मा का स्वभाव है। പിടികിട്ടുന്നുണ്ടോ?
നമുക്കെന്താ പറ്റിയേ? നമ്മൾ ഈ ആത്മാവിൻ്റെ റോള് നമ്മൾ സൈഡിൽ മാറ്റി. हमने क्या किया? हमारी जिंदगी में पवित्र आत्मा के इन जिम्मेदारियों को हमने साइड में हटा कर रख दिया. പറഞ്ഞുതരാം. बता कर देता हूँ. ആത്മാവ് നമ്മൾ ചർച്ചിനകത്തോട്ട് ആദ്യമായിട്ട് കയറി വന്നപ്പോൾ और जब हम पहले बार कलीसिया में आए, ആത്മാവിന്റെ സ്വഭാവം आत्मा का स्वभाव ये है. നീ മാനസാന്തരപ്പെടണമെന്ന് ആദ്യം പറഞ്ഞില്ല. पहला ये नहीं कहा कि तुम मन फिरा लो. നിന്നെ ആശ്വസിപ്പിച്ചു. पवित्र आत्मा ने आपको നിന്നെ आश्वासन ഞാൻ സൗഖ്യമാക്കാം, मैं तुझे चंगाई देता ഞാൻ हूँ, നിന്റെ കെട്ടഴിക്കാം. मैं तेरे बंधुआई को तोड़ता ആത്മാവ് हूँ. കെട്ടഴിച്ചു, पवित्र आत्मा ने आपके बंधुआई को ആത്മാവ് तोड़ा. സൗഖ്യമാക്കി. पवित्र आत्मा ने आपको चंगाई दी. അടുത്ത ആത്മാവിന്റെ ആഗ്രഹമായിരുന്നു और पवित्र आत्मा की अगला इच्छा ये थी നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. कि तुझे मन फिरावट की ओर ले जाए. നിനക്ക് ആത്മാവിനെ അതിന് വേണ്ട. पर आपको पवित्र आत्मा की അടുത്ത जरूरत ആഴ്ചയിൽ नहीं है. സൗഖ്യം വേണം. आपको अगले हफ्ते भी चंगाई चाहिए. ആ ആഴ്ചയും വന്നു, സുഖപ്പെടുത്തിയിട്ട് കർത്താവ് പരിശുദ്ധാത്മാവ് വിട്ടു. वो हफ्ते आए, पवित्र आत्मा ने चंगाई दिया और आप लौट कर അപ്പൊ गए. അടുത്ത ആഴ്ചയെങ്കിലും ദൈവാത്മാവ് വചനം പറയാമെന്ന് കരുതിയായിരുന്നു. और अगले हफ्ते तो भी पवित्र आत्मा ने सोचा कि मैं वेंडा. वचन बांटूंगा. आप कह रहे हो नहीं चाहिए. ഇപ്പൊ സാമ്പത്തിക വിടുതൽ വേണം. अभी मुझे आर्थिक അപ്പൊ छुटकारा चाहिए. 2 വർഷമായി 3 വർഷമായിട്ട് എല്ലാ ആഴ്ചയും വിടുതൽ ചോദിച്ചു तो 2-3 साल हो गया, हर हफ्ते सिर्फ छुटकारे की പിടികിട്ടുന്നുണ്ടോ? मांग रख रहे हैं. क्या आप വചനം समझ पा- കേറിട്ടില്ല അകത്ത്. वचन आपके अंदर प्रवेश വചനം नहीं कर पाए. കേറാതെ എങ്ങനെ വീണ്ടും ജനനമാണ്? जब वचन आपके अंदर नहीं आ सकता तो आपका मसीह में जन्म कैसे हो ആത്മാവിന് पाएगा? ജീവൻ വെപ്പിക്കേണ്ട വചനം നിന്റെ അകത്ത് വീണില്ല. आपके आत्मा को जीवन देने वाली वचन आपके अंदर नहीं आई പിന്നെ है. നീ സ്വീകരിച്ചതെന്താ? तो आपने क्या स्वीकार നിന്റെ किया? ജഡത്തിന് വേണ്ടുന്ന ചില വിടുതലുകൾ. आपके शरीर के कुछ छुटकारे आपने അതല്ല स्वीकार किए. നിനക്ക് വീണ്ടും ജന്മം കൊണ്ടുവരുന്നത്. वो छुटकारे आपको मसीह में जन्म नहीं നിന്റെ लाते. ആത്മാവിൽ ജീവൻ പ്രാപിക്കുന്ന വചനമുണ്ട്. आपके आत्मा को जीवन देने वाली वचन है. അതാണ് നിനക്ക് ജീവൻ തരുന്നത്, വീണ്ടും ജന്മം തരുന്നത്. वो आपको जीवन देता है और आपको मसीह में जन्म करने के लिए मदद करता है. आमेन. आमेन. നമുക്കിത് വേണ്ട. हमको ये सब नहीं चाहिए. നമുക്ക് ഈ പ്രസംഗം വേണ്ടല്ലോ. हमको तो ये प्रचार भी नहीं चाहिए. നമുക്ക് വേണ്ടതെന്താ? हमको क्या चाहिए? വാതിൽ തുറക്കുന്നു, दरवाजे खुल रहे हैं, ബന്ധനം അഴിയുന്നു, बंधुआई टूट रहे हैं, അവിടെ അത്ഭുതം നടക്കുന്നു. वहाँ अद्भुत कार्य हो रहा है. ഇപ്പൊ നിങ്ങളുടെ കടം മാറും. अभी आपका कर्ज मिटेगा. കടം മാറി 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 ഇതുവരെയായിട്ടും ദൈവരാജ്യത്തിൽ കയറാറായില്ല. कर्ज मिट गया पर अभी तक परमेश्वर के राज्य में प्रवेश नहीं कर पाए. ഈ ഇത്രയും വിടുതൽ കിട്ടിയിട്ട് ദൈവരാജ്യത്തിൽ പോയില്ലെങ്കിൽ എന്താ പ്രയോജനം? इतना सब छुटकारा पाकर परमेश्वर के राज्य में नहीं जा पाएंगे तो क्या उपयोग? ബേസിക് കാര്യത്തിൽ പോലും നമ്മൾ പ്രോപ്പർ ആയിട്ടില്ല. बहुत ही बेसिक बात में भी हम सही नहीं हुए. ഞാൻ ഈ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पा रहे हो? അതുകൊണ്ട് നമുക്ക് ബേസിക് തുടങ്ങാം. तो हम जो है पहले कदमों को सही रखेंगे. നമുക്ക് ഈ ദിവസങ്ങൾ ഈ ആഴ്ച പോയി ഒന്ന് പ്രാർത്ഥിക്കണം. इस हफ्ते जाकर हम ये प्रार्थना करें, ജീവന്റെ വചനം എൻ്റെ അകത്ത് വരണം. जीवन का वचन मेरे अंदर आए, എൻ്റെ അകത്ത് ജീവന്റെ ആത്മാവ് കയറണം. मेरे अंदर जीवन की आत्मा प्रवेश करे. എനിക്ക് ഒരു പുതുക്കം വേണം. मेरे अंदर मुझे एक नयापन चाहिए. എനിക്ക് എൻ്റെ വീണ്ടും ജന്മം പൂർണ്ണമാകണം. मेरा मसीह में जन्म पूर्ण होना है. മാനസാന്തരം ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. मन फिरावट बीच में हुआ है. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. मैंने उद्धार पाया है. ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് വിളിച്ചിട്ടുണ്ട്. मैंने प्रभु को उद्धार പക്ഷേ नामक എനിക്കത് पुकारा പോരാ. है, पर मुझे वो काफी വീണ്ടും नहीं. ജന്മം പൂർണ്ണമാകണം. मसीह में मेरा जन्म पूरा ഈ होना. ആഴ്ച സ്നാനപ്പെടാൻ പോകുന്നവർ പോയിരുന്ന് പ്രാർത്ഥിക്കണം. इस हफ्ते जो बपतिस्मा ले रहे हैं आप ये प्रार्थना करें. സ്നാനപ്പെട്ടവരും പ്രാർത്ഥിക്കണം. जिन्होंने बपतिस्मा लिया है वो भी വീണ്ടും प्रार्थना ജന്മം करें. പൂർണ്ണമായില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. मसीह में जन्म अगर पूरा नहीं हुआ तो परमेश्वर के राज्य ഇത് में എന്റെ प्रवेश नहीं വാക്കല്ല. करोगे. ये मेरे शब्द नहीं, ഇത് യേശുവിന്റെ വാക്കാ. ये यीशु के शब्द है. വെള്ളത്തിലും ആത്മാവിലുള്ള ജന്മം പൂർണ്ണമായില്ലെങ്കിൽ जल और आत्मा का जन्म अगर पूरा नहीं हुआ, സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന വചനം പറയുന്നു. वचन कहता है परमेश्वर के राज्य में प्रवेश नहीं कर सकते. സ്വർഗരാജ്യത്തിൽ കടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ परमेश्वर के राज्य में अगर प्रवेश करना चाहते വീണ്ടും हैं, ജനത്തെ പ്രോപ്പർ ആക്കണം. आपके मसीह के जन्म में पूर्णता लाओ. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലായി? कितने लोग इस वाणी को समझ पा रहे हैं? ആരൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ कितने लोग ये प्रार्थना എനിക്ക് करेंगे? ദൈവരാജ്യത്തിൽ കടക്കണം, प्रभु मुझे परमेश्वर के राज्य में प्रवेश करना है. എനിക്ക് ആ വീണ്ടും ജനനത്തിന്റെ പൂർണ്ണത അനുഭവിക്കണം. प्रभु मुझे आप मसीह में जन्म लेने की पूर्णता अनुभव करना है. ഞാൻ അതിനകത്ത് ആദ്യമുണ്ട്. मैं उसमें पहले हूँ प्रभु. ഇനിയും ബുദ്ധിമുട്ടുള്ളവര് കൈ ഉയർത്തണ്ട. ആവശ്യമുള്ളവര് കർത്താവിനോട് പറയേണ്ടവര് കൈ ഉയർത്തും. जिनको जरूरत है, जो ये प्रभु से कहना चाहता है, वही लोग अपने हाथों को उठाए. ഈ പാതി കര ഉയർത്തുന്നത്
നിങ്ങൾ പാതി പോയത് കൊണ്ടാണോ അതോ और മര്യാദയ്ക്ക് ഉയർത്തുക? कुछ लोग കർത്താവിന്റെ മുമ്പിലാണ് സറണ്ടർ ചെയ്യുന്നത്. हाथ उठा रहे हो, पूर्ण समर्पित है तो पूरा हाथ उठाए, आधा ദൈവത്തോട് मत പറ, उठाओ। प्रभु से कहो, കർത്താവേ, प्रभु വീണ്ടും ജനനത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് എനിക്ക് അറിയത്തില്ല. मसीह में जन्म लेने की पूर्ण अर्थ मुझे नहीं पता। എനിക്ക് പൂർണ്ണ വീണ്ടും ജനനം വേണം. मुझे मसीह के जन्म में पूर्णता प्राप्त എനിക്ക് करनी है। ദൈവരാജ്യത്തിന്റെ വാതുക്കലല്ല, അകത്ത് കടക്കണം. मुझे परमेश्वर के राज्य के दरवाजे पर नहीं, पर अंदर വെള്ളത്തിലും प्रवेश करना। ആത്മാവിലുള്ള ജനം പൂർണ്ണമാണ്. जल और आत्मा में मेरा जन्म पूर्ण हो जाए। പ്രാർത്ഥിച്ചാട്ടെ, प्रार्थना പ്രാർത്ഥിച്ചാട്ടെ, करें, प्रार्थना करें। പ്രാർത്ഥിച്ചാട്ടെ. आप प्रार्थना करें। ദൈവത്തിന്റെ വചനം എൻ്റെ അകത്ത് ആത്മാവ് ജീവനാക്കി മാറ്റണം. परमेश्वर का वचन जो है आत्मा मेरे अंदर वचन को जीवन के रूप में परिवर्तित कर दे। ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ അകത്ത് ജീവനെ കൊണ്ടുവരണം. मेरे अंदर जीवन को लाए। യേശു ക്രിസ്തുവിന്റെ ജീവന്റെ പുതുക്കം എൻ്റെ അകത്ത് വരണം. यीशु मसीह के जीवन का नयापन मेरे अंदर प्रकट हो जाए। ഇതിനകത്ത് ഒത്തിരി വചനങ്ങളുണ്ട്. इसके अंदर बहुत सारे वचन അത് हैं। വെറും വചനമായിട്ട് അവിടെ കിടന്നാൽ ഒക്കത്തില്ല. वो सिर्फ वचन बनकर वहां रहे काफी അതെന്റെ नहीं। അകത്ത് ജീവനാകണം. वो मेरे अंदर जीवन में परिवर्तित हो जाए। ഓ, എബ്രായ ലേഖനം എന്താ പറയുന്നത്? इब्रानियों के पत्री में क्या ദൈവത്തിന്റെ कहा गया വചനം है? ജീവനും ചൈതന്യം ഉള്ളത്. परमेश्वर का वचन जीवित है ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. और वो दो मुही तलवार से भी बहुत शार्प है। പ്രാണനെ സദ്യമജ്ജകളെ വരെയും വേർപിടിവിച്ച് തുളച്ചെല്ലുന്ന വചനം. और वो प्राण और सारे भागों को पार करके जो है हृदयों को छूने वाला वचन है। അത് ആത്മാവിന് ചെയ്യാൻ പറ്റും. और वो पवित्र आत्मा कर ഈ सकता है। വചനം നിന്റെ അകത്തോട്ട് കയറ്റി ये वचन आपके अंदर डालकर ആത്മാവിനെയും പ്രാണനെയും എല്ലാം തൊടാൻ കഴിയും. वो आत्मा और प्राण को सबको छू सकता है। തന്നെ ശാന്തരാധിയാന എനിക്ക് യഥാർത്ഥ ജീവനിൽ വ്യാപരി ജീവിക്കണം. मुझे वास्तविक जीवन में जीना എനിക്ക് है। ക്രിസ്തുവിന്റെ പുതുജീവനിൽ ജീവിക്കണം. मुझे मसीह के नए जीवन में जीना है। പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, आप प्रार्थना करें, പ്രാർത്ഥിച്ചാട്ടെ. आप प्रार्थना करें। പരിശുദ്ധാത്മാവ് വരാൻ തടസ്സം ഉണ്ടാകല്ല. पवित्र आत्मा आपके ऊपर आने में कोई നമ്മുടെ रुकावट ना आए। സ്നാനത്തിന് അർത്ഥം ഉണ്ടാകട്ടെ. हमारे बपतिस्मा का एक अर्थ बन നമ്മുടെ जाए। മേൽ വരുന്ന ആത്മാവിന് അർത്ഥം ഉണ്ടാകട്ടെ. हमारे ऊपर आने वाली आत्मा को एक अर्थ बन ഒരു जाए। യഥാർത്ഥ ജീവൻ, एक वास्तविक യഥാർത്ഥ जीवन, വീണ്ടും ജന്മം, एक वास्तविक मसीह में जन्म, യഥാർത്ഥ പുതുജീവൻ. एक वास्तविक नया जीवन। ഓ, രക്തം ചെയ്യാം. അടക്കത്തന പ്രൗഢ ശാന്തരാദിയാതന പ്രൗഢ അടക്കത്തന കടക സിയാതന പ്രൗഢ അടക്കത്തൽ പ്രൗഢ ഈ ആഴ്ചത്തെ പ്രയർ പ്രോപ്പർ ആണെങ്കിൽ इस हफ्ते का अगर प्रार्थना വരും आपका सही ദിവസങ്ങൾ है, നിങ്ങൾ ആത്മാവിൽ നിറയും. तो आने वाले दिनों में आप आत्मा में भरोगे। നിങ്ങളുടെ ആത്മാവ് പുതുക്കപ്പെട്ടിരിക്കും, आपके आत्मा में आप नयापन प्राप्त करोगे। പുതുക്കപ്പെട്ടിരിക്കും. आत्मा में नयापन നിങ്ങൾ प्राप्त പുതിയ करोगे। അന്യഭാഷ പറയും. आप नए अन्य भाषाओं को നിങ്ങൾ कहोगे। പ്രവചിക്കുന്നവരാകും. आप नबूवत करने वाले बनोगे। നിങ്ങളുടെ സ്ഥിതികൾ മാറും. आपकी परिस्थितियां बदलेगी, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ പുതുക്കുകയാണ്. क्योंकि पवित्र आत्मा आपको नया कर रहा है। യഥാർത്ഥ ജനനമാണ് നടക്കുന്നത്. वास्तविक जन्म हो रहा है। നമ്മുടെ ജന്മം ഒന്ന് പുതുകുക. हमारा जन्म नयापन आ रहा ഓ, है। നമ്മുടെ ജന്മം ഒന്ന് പുതുകുക. हमारे जन्म में नयापन आ നമ്മുടെ रहा है। വീണ്ടെടുപ്പിന് പുതിയൊരു കരുത്ത് വരിക. हमारे छुटकारे में छुड़ाए जाने में एक सामर्थ प्रवेश कर रहा है। ഒരു പൊത്തുവരുത്ത ഓർഡിനറിയിൽ നിന്ന് ഓ യഥാർത്ഥ വചനത്തിലേക്ക് കയറുക. एक साधारण जीवन को छोड़कर ये वचन के आधार के जिंदगी के अंदर हम प्रवेश कर रहे हैं। അടക്കത്തന കടക സിയാതന പ്രൗഢ. പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ അടിസ്ഥാനങ്ങൾ സ്ട്രോങ് ആകുന്ന, शैतान को ये एक बात बिल्कुल पसंद नहीं कि हमारी नींव की समझ सही हो जाए। വീണ്ടും ജന്മം എന്ന് പറയുന്ന അടിസ്ഥാനം സ്ട്രോങ് ആയാൽ പിന്നെ ബാക്കിയെല്ലാം സ്ട്രോങ് ആകും. मसीह में जन्म लेना ये नींव अगर हमारे अंदर दृढ़ है तो बाकी सब दृढ़ रूप में आगे വീണ്ടും बढ़ेगा। ജന്മം മസിമേൻ ജീവൻ എന്നാണ്. नए सिरे का जन्म
नए सिरे का जन्म, ये नींव अगर हमारे अंदर दृढ़ हो जाए तो हमारी बाकी सब काम आगे दृढ़ता में എല്ലാ जाए। ആത്മീയത്തിന്റെ അടിത്തറയാണ് വീണ്ടും ജനം. और हमारे सारे आत्मिकता का नींव है नए सिरे का जन्म। സകല വിടുതലുകളുടെയും ബേസ് ആണ് വീണ്ടും ജനം. और हमारे सारे छुटकारों का नींव है नए सिरे का जन्म। ഓ സകല ജയത്തിന്റെയും അടിസ്ഥാനമാണ് വീണ്ടും ജനം. और सारे जयों का नींव है नए सिरे का जन्म। ഇന്ന് അതാണ് സംഭവിക്കുന്നത്. और आज यहाँ पर वही कार्य हो रहा है। സകലത്തിന്റെ അടിത്തറ സ്ട്രോങ് ആകുമ്പോ सभी के नींव दृढ़ हो रहे हैं। ഓ നിന്റെ പ്രാർത്ഥനയ്ക്ക് പുതിയ പുതിയ മാനം വരാൻ പോവാ. आपके प्रार्थना को नई मान्यता मिलने वाली है। അതിനാണ് ഈ അടിത്തറ ഉറപ്പാകുന്നത്. इसके लिए ये नींव दृढ़ हो रहा है। നീ പറയുന്ന വാക്കുകൾക്ക് പ്രവചന ധ്വനി വരാൻ പോവാ. आप जो शब्द कहते हैं उसके अंदर नबुवत की महक आने वाली है। പിശാച് വിറയ്ക്കുന്ന തരത്തിലേക്ക് നിന്റെ ശബ്ദം മാറുക. शैतान डर कर कांपे वैसे आपकी आवाज बदल रही है। അതിന്റെ അടിത്തറയെ ഇന്ന് വിടുന്നേ. उसका नींव आज डाला जा रहा है। സ്വർഗം ചലിക്കും നിന്റെ മുമ്പിൽ. स्वर्ग आपके सामने कार्य करेगा। അടിത്തറ ഉറപ്പാണെങ്കിൽ സ്വർഗം ചലിക്കും നിന്റെ മുമ്പിൽ. अगर आपका नींव दृढ़ है तो स्वर्ग आपके लिए कार्य करेगा। ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയ വീണ്ടും ജനം. मसीह जिंदगी का नींव है नए सिरे का जन्म। പല വെല്ലുവിളികളും തല ഉയർത്തി നിന്റെ മുമ്പിൽ നിന്നത് ഈ അടിത്തറ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. बहुत सारे चेतावनी आपके सामने सिर उठाकर इसलिए रुके क्योंकि ये नींव दृढ़ नहीं എന്നാൽ था। ഇന്ന് പകലിൽ पर आज ഈ सुबह അടിത്തറ ഉറയ്ക്കുമ്പോ जब ये नींव दृढ़ हो रहा നിന്റെ है, മുമ്പിൽ പ്രബലപ്പെട്ടു നിന്ന പലതും जो भी आपके सामने प्रभावित होकर रुका ഓ തല കുനിക്കാൻ പോകുക നിന്റെ वो മുമ്പിൽ. आपके सामने सिर നിന്റെ झुकाने കാൽ वाला, ചോട്ടിൽ വളയാൻ പോവാ. आपके पैर के नीचे आने वाला है। हाँ, അതിന്റെ അടിത്തറയാണ് ഇവിടെ ഇടുന്നത്. और उसके लिए जो नींव है वो यहाँ हम डाल रहे हैं। Thank you, Lord. 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 ഓരോരുത്തരും പ്രാർത്ഥിച്ചാട്ടെ. हर एक व्यक्ति प्रार्थना करना शुरुआत എന്റെ करे। വാക്കുകൾ ഇവിടെ നിർത്തുക. मैं मेरे शब्दों को समाप्त कर रहा हूँ। നിങ്ങൾ ആ അടിത്തറയിൽ ഉറച്ചാട്ടെ. आप उस नींव में दृढ़ हो जाए। വീണ്ടും ജന്മം എന്ന അടിത്തറ. नए सिरे का जन्म नामक ये नींव। കർത്താവ് ഈ ഭാഗം എന്നോട് പറഞ്ഞപ്പോൾ जब परमेश्वर ने मुझसे इस ഞാൻ भाग से कहा, പ്രാർത്ഥിക്കാൻ പോവാ. मैं प्रार्थना ഞാൻ करने वाला നിങ്ങൾക്ക് हूं। വേണ്ടി പ്രാർത്ഥിക്കാം. मैं आपके लिए प्रार्थना करने वाला हूँ। കർത്താവ് എന്നോട് ഈ ഭാഗം പറഞ്ഞപ്പോൾ जब प्रभु ने मुझसे ये भाग बताया, കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. प्रभु ने मुझसे एक बात कही। ഒന്ന്, पहली बात, ചില വിഷയങ്ങൾ നീ എത്ര പ്രാർത്ഥിച്ചാലും അവരുടെ ജീവിതത്തിൽ വിടുതൽ കാണാൻ പറ്റത്തില്ല. कुछ लोगों के कुछ विषयों के लिए तू कितना भी प्यार कर ले उसका छुटकारा तुम देख नहीं पाते। പ്രാർത്ഥിച്ചാൽ तुम कुछ विषयों के लिए जो प्रार्थना कर लेते हो उन विषयों का छुटकारा तुम देख नहीं पाते कुछ ഞാൻ लोगों की ചോദിച്ചു, जिंदगी। കർത്താവ് എൻ്റെ കാരണം എന്താ? मैंने पूछा प्रभु उसका कारण क्या है। അപ്പൊ കർത്താവ് പറഞ്ഞത് അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ ചില വിടുതലുകൾ വെളിപ്പെടത്തില്ല. प्रभु ने मुझसे कहा अगर तुम्हारा नींव दृढ़ नहीं है तो कुछ छुटकारे प्रकट नहीं हो जाएंगे। മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ 3.5 साल जो चेले यीशु के साथ थे അവർ കഴിവുകെട്ടവരായിരുന്നു. वो बिना कोई काबिलियत के थे। ആര് കൂടുള്ളപ്പോ? कौन उनके साथ था तभी? യേശു കൂടുള്ളപ്പോ. जब यीशु उनके साथ था तभी। പക്ഷെ യേശു
ലിറ്ററലി അവിടെ കൂടി ഇല്ലാഞ്ഞപ്പോൾ അവരേറ്റവും കരുത്തരായിരുന്നു. पर यीशु जब उनके साथ वास्तविक रूप में नहीं था, तभी वो सबसे सामर्थी बन गए. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? उसका कारण क्या है? അപ്പോസ്തല പ്രവൃത്തി 2-ൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അടിത്തറ സ്ട്രോങ് ആകുന്നിടം വരെ അവർ ബിഗ് സീറോ ആയിരുന്നു. प्रेरितों के कार्य 2 अध्याय में जब तक पवित्र आत्मा उनके ऊपर नहीं उतरा और नींव दृढ़ नहीं हुआ, तब तक वो सबसे शून्य थे. എപ്പോൾ ആത്മാവ് വന്നോ, जब पवित्र आत्मा उनके ऊपर आया, ഫോർട്ടിൽ പത്രോസിന്റെ സ്റ്റൈല് മാറി, और उसी वक्त पत्रोस का तरीका बदल गया. യോഹന്നാന്റെ സ്റ്റൈല് മാറി. यूहन्ना का तरीका बदल गया. കർത്താവിനോട് പറഞ്ഞത്, प्रभु ने मुझसे कहा, നീ ജനത്തിന്റെ അടിത്തറ സ്ട്രോങ് ആക്ക. तू तेरे बच्चों के नींव को दृढ़ कर. എനിക്ക് ആഗ്രഹം എല്ലാ സൺഡേയിലും എന്തോ പ്രസംഗിച്ചാലും ഒരു ഡെലിവറൻസ് പറയാതെ പോകുന്ന ഇഷ്ടമല്ല. और मुझे जो है ये पसंद नहीं कि हर रविवार एक वचन भी लो, उसका एक छुटकारा ना देखे तो मुझे तृप्त नहीं പക്ഷെ है. കർത്താവിനോട് പറഞ്ഞു, पर प्रभु ने मुझसे कहा, ഈ ദൂത് ഡെലിവറൻസ് പറയാനല്ല, ये वाणी छुटकारा बताने के लिए नहीं. ഈ ദൂത് അവരെ ഏറ്റെടുക്കുമ്പോൾ അവരൊരു ഡെലിവറൻസ് ആയി മാറും. जब तुम्हारे बच्चे इस वाणी को स्वीकार करेंगे, वो खुद एक छुटकारा बन जाएंगे. എനിക്കറിയാം കയ്യടി ബഹളമൊന്നും ഉണ്ടാകുന്ന ദൂതല്ല ഇത്. ये वो वाणी नहीं जहां पर तालियां या बहुत आवाजें उठेंगी, പക്ഷെ അതല്ല ഇവിടെ നടക്കണ്ടേ. पर वो यहाँ नहीं होना है. നിങ്ങൾ മനസ്സിലാക്കണം, आपको ये समझना है ഞങ്ങളുടെ ബേസ് സ്ട്രോങ് ആയേ പറ്റൂ. कि हमारी नींव दृढ़ होनी ही है. അത് സ്ട്രോങ് അല്ല, वो दृढ़ नहीं है, അത് സ്ട്രോങ് ആകണം. वो दृढ़ होना है. എത്ര പേര് അത് വിശ്വസിക്കുന്നു? कितने लोग इसे എന്റെ विश्वास ബേസ് करते हैं? സ്ട്രോങ് അല്ല. प्रभु मेरा नींव दृढ़ नहीं है. ഏതാണ്ട് ഒരു കൊച്ചറിവാ എനിക്കുള്ളത്. सिर्फ इधर उधर से मिली कोई कुछ जानकारी मेरे എനിക്കത് अंदर है. പോരാ. मुझे वो काफी नहीं है. അവൻ എനിക്ക് തന്ന വീണ്ടെടുപ്പിന്റെ മുഴു ബലം അറിയണം. और उस प्रभु ने मुझे दिया हुआ उद्धार का ആ पूर्णता വീണ്ടും मुझे ജനത്തിന്റെ जानना. കരുത്ത് മൊത്തം എനിക്കറിയണം. वो नए सिरे का जन्म का सामर्थ पूरा जानना है मुझे. പ്രാർത്ഥിച്ചോട്ടെ. आप प्रार्थना करें. ഞാൻ ഇതെന്തിനാ ഇത്രയും നിർബന്ധിക്കുന്നതെന്നറിയാവോ? मैं इतना इस पर दबाव इसलिए लगा रहा हूं അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയത്. क्योंकि ये उतना गंभीर है. ഈ ആഴ്ച ആത്മാവ് നിങ്ങളെ വിസിറ്റ് ചെയ്യും. इस हफ्ते पवित्र आत्मा आपसे मुलाकात करेगा. आमेन. വിടുതലും കൊണ്ടായിരിക്കത്തില്ല, छुटकारा लेकर नहीं, വചനവും കൊണ്ട്. वचन के साथ वो आपसे मुलाकात करेगा. വചനവും കൊണ്ട് വിസിറ്റ് ചെയ്യും. वचन के द्वारा वो आपसे मुलाकात करेगा. ആ വചനം നിങ്ങളെ ശക്തീകരിക്കും. और वो वचन आपको सामर्थ्य ആ बनाएगा. വചനം നിങ്ങളെ ബലപ്പെടുത്തും. वो वचन आपको നിങ്ങളുടെ शक्ति देगा. കാഴ്ചപ്പാട് മാറ്റും. आपके दृष्टिकोण को बदलेगा. എക്സ്പെക്ട് ചെയ്യുക ഈ ആഴ്ച വചന പരിശുദ്ധ इस हफ्ते पवित्र आत्मा को उम्मीद करो. വചനത്തിന്റെ എൻകൗണ്ടറിനെ എക്സ്പെക്ട് ചെയ്യുക. वचन के मुठभेड़ को इस हफ्ते उम्मीद रखना. ആ വചനത്തിന്റെ പേരാ ക്രിസ്തു. उस वचन का नाम है मसीह. ആ ക്രിസ്തുവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന വാഹകന്റെ പേരാ പരിശുദ്ധാത്മ. और उस मसीह को आपके साथ पास लाने वाले वाहक का नाम है पवित्र आत्मा. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. പറയാമോ പരിശുദ്ധാത്മാവിനോട് താങ്ക് യു എന്ന്? क्या आप पवित्र आत्मा को धन्यवाद कह सकते हो? പരിശുദ്ധാത്മാവോട് പറയാമോ? क्या आप पवित्र आत्मा को धन्यवाद कह सकते हो? വിസിറ്റ് ചെയ്യുന്നതിനായി താങ്ക് യു എന്ന് പറയാമോ? क्या आप पवित्र आत्मा को वो मुलाकात करने वाले हैं इसके लिए क्या आप धन्यवाद कह सकते हो? പരിശുദ്ധാത്മാവേ താങ്ക് യു. धन्यवाद पवित्र आत्मा. ഈ ആഴ്ച ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നതിന്, इस हफ्ते आप हमको मुलाकात करने വചനം वाले हो, കൊണ്ട് इसके लिए വിസിറ്റ് धन्यवाद. ചെയ്യുന്നതിന് वचन के साथ आप मुलाकात करने वाले हो. പരിശുദ്ധാത്മാവേ पवित्र आत्मा, വചനം കൊണ്ട് ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു. वचन से आप हमसे मुलाकात करने वाले हो इसके लिए धन्यवाद.
ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ട് പോയിക്കാട്ടെ. एक करार को यहाँ पर स्थापित करके പരിശുദ്ധാത്മാവിനോട് ഒരു लौटे। എഗ്രിമെന്റിൽ എത്ത. पवित्र आत्मा के साथ एक करार ഓ को बांध कर ഡരബ यहाँ से लौटे। ഹസന്തരാദി ടകതന പ്രൗഢബാബ. പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ पवित्र आत्मा वचन लेकर जब मेरे घर पर आए, ഇരുളുകൾ അവിടുന്ന് മാറിപ്പോട്ടെ. अंधकार सब मेरे घर से निकल जाए, ഇരുളുകൾ അവിടുന്ന് മാറിപ്പോട്ടെ. अंधकार सब उस जगह से निकल जाए। പരിശുദ്ധാത്മാവ് എൻ്റെ വീട്ടിനകത്ത് വചനം കൊണ്ടുവരുമ്പോൾ पवित्र आत्मा जब वचन लेकर मेरे घर पर आए, അനാവശ്യമായതെല്ലാം അവിടുന്ന് ഉരുണ്ടു മാറട്ടെ. जो भी जरूरत नहीं वो सारी चीजें वहां से घूम कर निकल जाए। ചിലത് കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. मैं कुछ चीजों को देखकर मैं ये बातों को ऐलान कर रहा हूं। ചിലരുടെ ചിന്താമണ്ഡലങ്ങളിൽ കിടക്കുന്ന ചില ആവലാദികൾ, വേവലാദികൾ പരിശുദ്ധാത്മ വചനം കൊണ്ടുവരുമ്പോൾ ഉരുണ്ടുപോട്ടെ. कुछ लोगों के मन के अंदर सोच के स्तरों में कुछ जो चिंताएं हैं, भार है, जब पवित्र आत्मा ये वचन लेकर आएगा वो चिंताएं और भार वहां से निकल कर मिट जाए। പരിശുദ്ധാത്മ വചനത്തിന് എൻകൗണ്ടർ അവിടെ നടത്തുമ്പോൾ जब पवित्र आत्मा वचन के द्वारा मुठभेड़ को वहां प्रकट करेगा, ആ കുടുംബത്തിനകത്തുനിന്ന് ഉരുണ്ടു മാറേണ്ട നിന്നയുടെ കല്ലുകൾ ഉരുണ്ടു മാറട്ടെ. और उस परिवार में से निंदाओं की जो भी पत्थर है वो सब वहां से मिट कर निकल അവരുടെ जाए। ഗിൽഗാല് പൊളിഞ്ഞിട്ട് യോർദാന്റെ വിടുതൽ അവിടെ സംഭവിക്കട്ടെ. उनका गिलगाल की अनुभव वहां से मिटकर यरदान की अनुभव उनके लिए वहां प्रकट हो जाए। Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. നാളുകളായി പിടിച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ആ അസ്വസ്ഥത, അതിൻ്റെ പുറകിലെ പിശാച് ആത്മാവിൻ്റെ എൻകൗണ്ടറിൽ പൊട്ടിമാറട്ടെ. बहुत सालों से सीमित रखने वाली वो आपकी जो दिक्कत जो आप अनुभव कर रहे हो उसके पीछे जो शैतान है, ये आत्मा का मुठभेड़ के द्वारा वो वहां से निकल जाए। അവിടെ ഒരു ഫ്രീഡം വരട്ടെ. वहां एक आजादी प्रकट അവിടെ हो ഒരു जाए। ഫ്രീഡം വരട്ടെ. वहां एक आजादी प्रकट हो जाए। ഒഴിവാക്കാൻ കഴിയാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലത് തന്നെ ഒഴിവായി പോട്ടെ. ऐसी कुछ बातें जिससे आप पीछे नहीं मुड़ पा रहे पर आपसे बनकर रुकी है, वो सब इस समय इस हफ्ते आपसे हटकर निकल അതിന്റെ जाए। കാരണം പരിശുദ്ധാത്മാവോട് വരുന്നു. उसका कारण पवित्र आत्मा वहां आ വചനം रहा കൊണ്ട് എൻകൗണ്ടറുമായി വരുന്നു. है। वचन के मुठभेड़ को लेकर आ रहा है। ഇതൊരു വീട്ടിലല്ല, एक घर में नहीं, സകലരുടെ മേലും, सभी घरों में। हाँ, കൊതിക്കുന്ന സകലരുടെ മേലും, ओ जो भी वहां यहाँ बैठे हैं, सभी के കൊതിക്കുന്ന ऊपर, സകലരുടെ മേലും, सभी के ऊपर, കൊതിക്കുന്ന സകലരുടെ മേലും. जिसके अंदर वो भूख है उन सभी के ऊपर। ओ शाकाला बाबा 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 സ്വർഗീയ പിതാവേ, स्वर्गीय पिता, ഈ ജനത്തെ നിന്റെ കയ്യിൽ തരുന്നു. इन बच्चों को मैं आपके हाथों में सौंपता हूं। അടിയനോട് അങ്ങ് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. आपने मुझसे जो कहा बांटने के लिए वो मैंने बांटा है।
വീണ്ടും ജനത്തിന്റെ പൂർണ്ണ കരുത്തിൽ ഞങ്ങൾക്ക് ജീവിക്കണം. नए सिरे के जन्म की पूर्णता में हमें जीना है. ഞങ്ങളുടെ അടിത്തറ ഉറയ്ക്കട്ടെ. हमारा नींव दृढ़ हो जाए. പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് എൻകൗണ്ടർ നടത്താൻ പോകുന്നതിനാൽ സ്തോത്രം. पवित्र आत्मा वचन के द्वारा मुठभेड़ करने वाले हैं, इसके लिए ഈ धन्यवाद. ആഴ്ച സ്പെഷ്യൽ വീക്ക് ആകട്ടെ. ये हफ्ता खास हफ्ता बन जाए. ഓ അവരുടെ ആത്മമണ്ഡലത്തിൽ ഒരു പുതിയ ആഴ്ച, आत्मिक स्तर में ये उनके लिए नया ഒരു വലിയ പുതുക്കത്തിന്റെ ആഴ്ച, एक नएपन का വലിയ हफ्ता, വിരുന്നിന്റെ ആഴ്ച. एक बड़े मेज का സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. आप वो करने वाले हो, इसके लिए കടന്നു धन्यवाद. വന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. आए हुए आपके सारे बच्चों को मैं പ്രാർത്ഥന आशीष करता हूं. ഘട്ടത്തിന് നന്ദി. प्रार्थना सुना, इसके लिए धन्यवाद. മഹത്വം അങ്ങേക്ക്. महिमा ഈ आपको, ജനത്തെ ഞാൻ ബ്ലസ് ചെയ്തയക്കും. बच्चों को मैं आशीषित करके भेजता हूँ. മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में मांगते हैं. ആമേൻ. आमेन. आमेन. हालेलुया. ആമേൻ. आमेन. പരിശുദ്ധാത്മ വചനവുമായി ഈ ആഴ്ച നമ്മുടെ വീടുകളിൽ വരും. और पवित्र आत्मा इस हफ्ते वचन के द्वारा हमसे मुलाकात करने അത് आए. മിസ്സാകല്ലേ. वो आपसे नष्ट ना हो जाए. അത് എക്സ്പെക്ട് ചെയ്യണം. उस मुठभेड़ को आप उम्मीद रखें അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. और उस उम्मीद को रखकर प्रार्थना അതിനുവേണ്ടി करें. ദിവസന്നിധി നിൽക്കണം. और उसके द्वारा हम परमेश्वर की उपस्थिति നിങ്ങളെ में അതിനായി ദൈവം ഇടയാക്കട്ടെ. परमेश्वर आपको उसके लिए मदद करे. ഗോഡ് ബ്ലെസ് യു ഓൾ. परमेश्वर आप सभी को आशीष യു ആർ മച്ച് ലവ്ഡ്.